ഗുരവേ നമഃ. ശ്രീചൈതന്യമനോ സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. അജ്ഞാനമാകുന്ന കടും തിമിരത്തോടു കൂടിയാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ആധ്യാത്മിക ഗുരുനാഥൻ വിജ്ഞാനമാകുന്ന ദീപശിഖ കൊണ്ട് എൻ്റെ കണ്ണുകൾ തുറന്നു. ഞാൻ അദ്ദേഹത്തിന് എൻ്റെ ആദര നമസ്കാരങ്ങൾ സമർപ്പിക്കുന്നു. വന്ദേഹം ശ്രീഗുരോ ശ്രീയുത ശ്രീഗുരൂൻ വൈഷ്ണവാം ച. ശില്പമാതാജി. വന്ദേഹം ശ്രീഗുരു ശ്രീയുത പദകമലം ശ്രീഗുരു വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം ശ്രീകൃഷ്ണ ചൈതന്യ ദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖാന്വിതാംശ്ച. हे कृष्णा करुणा सिंधो दीनबंधो जगत्पते गोपेश गोपिका कांता राधा कांता नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्णा 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 हरे 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 राम 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 हरे हरे. കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ. ഓം തത്സത്. ഹരേ കൃഷ്ണ. നമ്മൾ ഇന്ന് ഒരു പ്രത്യേക ദിവസമായിട്ട് ഗുരുപൂർണിമയിൽ നമ്മൾ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ഈ കർക്കിടക മാസത്തിൽ ആ ലീലകൾ ആണെന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 7 ദിവസം എല്ലാവരും രാമായണം വായിച്ചിട്ടുണ്ടാവണം. അതിനു മുമ്പായിട്ട് രാമായണത്തിൻ്റെ ഈ ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ അയോധ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശില്പമാതാജി ഹരേ കൃഷ്ണ. രാജമോഹൻ പ്രഭു ഹരേ കൃഷ്ണ. ഹരേ. കഴിഞ്ഞ 7 ദിവസത്തില് ഏതൊക്കെയായിരുന്നു പ്രധാന ഭാഗങ്ങൾ, അല്ലെങ്കിൽ വായിച്ചിട്ട് ഏതൊക്കെ ഭാഗങ്ങൾ ഓർമ്മിക്കുന്നു? അല്ലെങ്കിൽ ഹൃദയസ്പർശിയായ ഈ വരികൾ, അതായത് ഈ വരികളാണ് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചത് എന്ന് തോന്നുന്ന എത്ര പേര്? സുശീം പ്രഭു ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പിട്ട് രാമായണത്തിന്റെ ഇടക്ഷൻ രാമ 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 പാഹി മാം രാമപാദം ചേരണേ ഗുന്ദ രാമ പാഹി മാം. ശില്പമാതാജി ഹരേ. രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം രാഘവ മനോഹര മുകുന്ദ രാമ പാഹി മാം രാവണാന്തക മുകുന്ദ രാമ രാമ പാഹി മാം ഭക്തി മുക്തിദായക പുരന്ദരാദി സേവിത ഭാഗ്യവാരിധേ ജയ
മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ദീനതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദരം മാനവ ശിഖാമണി മുകുന്ദ രാമ പാഹി മാം. നിൻ ചരിതമോതുവാൻ നിലവിലോർമ്മ തോന്നണം പഞ്ചസായ കോപമാ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ശങ്കര സദാശിവ നമ ശിവായ മംഗള. ചന്ദ്രശേഖര ഭഗവത് ഭക്തി കൊണ്ടു ഞാനിതാ രാമമന്ത്രമോതിടുന്നി താമയങ്ങൾ നീങ്ങുവാൻ. രാമ രാഘവ മുകുന്ദ രാമ രാമ പാഹി മാം. ഭക്തവത്സല മുകുന്ദ പത്മനാഭ പാഹി മാം. പന്നഗാരി വാഹനാം മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ഹരേ കൃഷ്ണ. താങ്ക് യു. കൃഷ്ണ. നമ്മള് ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭു സന്നിഹിതരായിരിക്കുകയാണ്. എങ്ങനെ സന്നിഹിതരായി? ആ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അപ്പിയറൻസ് ആണ്, ആ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ദർശിക്കുവാനാണ് നമ്മൾ തയ്യാറായിരിക്കേണ്ടത്. എങ്ങനെയാണ് ദർശിക്കുന്നത്? ആർക്കാണ് ആദ്യം ആ ദർശനം കിട്ടിയത്? ആർക്ക് കിട്ടി? കൗസല്യാദേവിക്ക്. അപ്പം ശരിക്കും പറഞ്ഞാൽ കൗസല്യ ദേവി എന്നല്ല നമ്മൾ പറയേണ്ടത്, ദേവകി അമ്മ എന്ന് പറയുന്നതിന്റെ കൂട്ട് കൗസല്യ അമ്മ എന്ന് നമ്മൾ പറയണം. അത്രയും വളരെ വലിയൊരു ഭാഗ്യമാണ് കൗസല്യ അമ്മയ്ക്ക് ശ്രീരാമചന്ദ്ര പ്രഭുവിന് ജന്മം കൊടുത്തതോട് കിട്ടുന്നത്. ഭാഗവത്തില് ദേവകിയമ്മ ഭഗവാനെ കാണുന്ന ഒരു രംഗമുണ്ട്. ത്വം അത്ഭുതം ബാലകം അംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാദിയുധായുധം ശ്രീവത്സലേഷ്മം ഗളശോഭി കൗസ്തുഭം പീതാംബരം സാന്ദ്രവയോധസൗഭഗം മഹാർഹവൈഡൂര്യ കിരീടകുണ്ടലം തിഷാപരിഷക്ത സഹസ്രകുന്തളം ഉദ്ദാമകാഞ്ചി കങ്കണ അങ്കണ കങ്കണാദിവേർ വിരോചമാനം വസുദേവ ഐക്ഷത. ഭഗവാനെ ശംഖ് ചക്ര ഗദാ പങ്കജം എന്നിവയോടുകൂടി വളരെ തിളങ്ങി സഹസ്രമായിട്ട് വളരെ ഇടതൂർന്ന മുടികളോടുകൂടി കാതുകളിലൊക്കെ കുണ്ടലങ്ങളൊക്കെ ആയിട്ട് പതക്കങ്ങളൊക്കെ ആയിട്ടാണ് ദേവകി അമ്മ ഭഗവാനെ കാണുന്നത്. അതുപോലെ ഒരു ദർശനമാണ് കൗസല്യ അമ്മയ്ക്ക് ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ഹരേ കൃഷ്ണ. അപ്പം ശ്രീരാമ അവതാരത്തില്, രാമായണത്തില് ശ്രീരാമ അവതാരത്തില് ആ കൗസല്യ സ്തുതി വളരെ മനോഹരമായിട്ടാണ് കാണുന്നത്. ഇവിടെ പറയുന്നു, നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജഹര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ. പ്രീതമാത ഈ ആ ഭാഗം എടുത്തിട്ടുണ്ടോ? കിട്ടുമോ? നമസ്തേ നാരായണ നമസ്തേ നരകാരേ നമസ്തേശ്വര ശൗരേ നമസ്തേ ജഗൽപദേ. കിട്ടിയോ? അവിടെ തൊട്ട് വായിച്ചു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ നമസ്തേ സമസ്തേശ്വര ശൗരേ നമസ്തേ ജഗൽപദേ. ഇനി വായിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ മനോഹരമായിട്ടാണ് കൗസല്യ അമ്മ ഭഗവാനെ കണ്ടിട്ട് വിശേഷിപ്പിക്കുന്നത്. നമസ്തേ നമസ്തേ ദേവദേവ, ദേവാധിദേവ. അപ്പം ഇവിടെ ആ ഈ സ്റ്റേറ്റ്മെന്റോട് കൂടി നമുക്ക് മനസ്സിലാവും ദേവന്മാരിൽ ദേവൻ ആരാണ് എന്നുള്ളത്. നമസ്തേ ദേവദേവ. അർജുനൻ വീണ്ടും പറയുന്നുണ്ട്, അർജുനൻ പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ. പരം ബ്രഹ്മ പരം ധാമ, ആരുടെ ധാമത്തിലാണോ നമ്മൾ എത്തിച്ചേരേണ്ടത്, പരംധാമ പവിത്രം പരമം ഭവാൻ. അവിടെ ആദിദേവൻ വീണ്ടും പറയുന്നുണ്ട്, അഭിസംബോധന ചെയ്യുന്നുണ്ട് ആദിദേവൻ. ഇവിടെ അതേ സംബോധനയാണ് ത്രേതായുഗത്തില് കൗസല്യ അമ്മ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ കാണുമ്പോൾ നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധരേ നമസ്തേ വാസുദേവ മധുസൂദന. എങ്ങനെ വന്നു ത്രേതായുഗത്തിൽ വാസുദേവ എന്ന പേര്? അപ്പം ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം, സർവകാരണങ്ങൾക്കും കാരണനായ ഭഗവാനെ കൃഷ്ണ. അതാണ്, അവിടെയാണ് വാസുദേവൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇവിടെ വേറൊരിടത്തും ഓം നമോ ഭഗവതേ യൂസ് ചെയ്യുന്നില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. പരിപൂർണതമനായ ഭഗവാൻ കൃഷ്ണനല്ലാതെ മറ്റാരുമില്ല എന്ന് കൗസല്യമായും ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു. നമസ്തേശ്വര ശൗരേ നമസ്തേ ജഗത്പദേ, ഈ ജഗത്തിന്റെ നാഥൻ. നിന്തിരുവടിമായ ദേവിയെ കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു. നിന്തിരുവടി മായാദേവിയെ കൊണ്ടു ഈ പ്രകൃതിയെ സൃഷ്ടിച്ചിരിക്കുന്നു. അതായത് യോഗമായി സൃഷ്ടിച്ചിരിക്കുന്നു, ദുർഗാമായി സൃഷ്ടിച്ചിരിക്കുന്നു. ഈ 3 ഗുണങ്ങളും അങ്ങയുടെ യോഗമായ മായാദേവി നിലനിർത്തുന്നു. അങ്ങനെ അവിടെ സംരക്ഷണയും സംഹാരവും എല്ലാം ഉണ്ടാകുന്നു. ഈ യോഗമായ കൊണ്ടുപോകുന്നു. എന്നിട്ട് കൗസല്യ അമ്മ അവസാനം ഭഗവാനോട്, ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് അഭ്യർത്ഥിക്കും, പ്രഭു രാമേന്ദ്ര പ്രഭു, ഈ രൂപം മറ്റാരും കാണണ്ട, ഇത് വളരെ കോൺഫിഡൻഷ്യൽ ആയിക്കോട്ടെ, വളരെ രഹസ്യമായിക്കോട്ടെ, വീണ്ടും സാധാരണ ഒരു കുഞ്ഞായിട്ട് വന്ന് പ്രത്യക്ഷപ്പെടൂ എന്ന് കൗസല്യ അമ്മ പറയുന്നതിന് ശേഷമാണ് ശ്രീരാമചന്ദ്ര പ്രഭു ഒരു അസാധാരണ മനുഷ്യനെ പോലെ ആകുന്നത്. പിന്നെ അങ്ങോട്ട് നമ്മൾ പോകുമ്പം പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്താണ്? ഏതാണ് നമ്മൾ അടുത്ത്? ആർക്ക് പറയാം? അഹല്യ മോക്ഷമാണ്. പിന്നെ അങ്ങോട്ട് പോകുന്ന ഏറ്റവും രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കാര്യം ഈ ത്രേതായുഗം, ത്രേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3, ത്രീ എന്ന് പറഞ്ഞാൽ 3, ത്രയംബകം. ഈ ത്രയംബകം എന്താ? ത്രയംബകം എന്താണ്? ത്രയംബകം അത് വില്ലല്ലേ? വില്ല്. ഹരേ കൃഷ്ണ. എന്തുകൊണ്ടാണ് ത്രയംബകം എന്ന പേര് വന്ന ആ വില്ലിന്? വേണമെങ്കിൽ 3 അമ്പുള്ളത് കൊണ്ട്. അതെ, 3 മടക്കുകൾ ഉണ്ടായത് കൊണ്ടാണ് ത്രയംബകം എന്ന് പറഞ്ഞത്. ത്രയംബകം എന്ന്. അപ്പൊ അവിടെ 3. അപ്പോ നമുക്ക് യുഗങ്ങൾ 4: സത്യയുഗം അഥവാ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. യുഗങ്ങൾ 4. അപ്പം ഫസ്റ്റ് യുഗത്തിനെ സത്യയുഗം എന്ന് പറയുന്നു, അല്ലെങ്കിൽ കൃതയുഗം എന്ന് പറയുന്നു. പിന്നെ രണ്ടാമത്തെ യുഗത്തിനെ ത്രേതായുഗം എന്ന് പറയുന്നു. മൂന്നാമത്തെ യുഗത്തിനെ ദ്വാപരയുഗം എന്ന് പറയുന്നു. 4ാമത്തെ യുഗത്തിനെ കലിയുഗം എന്നും പറയുന്നു. ഇവിടെ ചെറിയ കണക്കിൽ ഒരു കളിയുണ്ട്. പണ്ട് ശാസ്ത്രമേളയിലെ കുട്ടികൾ, ഒരു വർഷങ്ങൾക്ക് മുമ്പാണ്, എനിക്ക് തോന്നുന്നത് 1982-83 സംതിങ് ആണ്, ശാസ്ത്രമേളയിൽ ജീനിയസ് ആയ കുട്ടികൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10
പത്ത് എന്ന് പറയുമ്പം സംഖ്യയിൽ 10ന്റെ സ്ഥാനം വരും. 2 ഡെസിമൽ വരുമ്പോഴാണ് 10ന്റെ സ്ഥാനം വരും. 9 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ്. പിന്നെ എങ്ങനെ 10ന്റെ സ്ഥാനം വന്നു? 9, 10 എന്ന് പറഞ്ഞുകൂടി എന്ന് ചോദിച്ചിട്ടുണ്ട്. ശരിയല്ലേ? എന്തുകൊണ്ട് 9 എന്ന് പറഞ്ഞു? ഹരേ കൃഷ്ണ. എന്തുകൊണ്ടാ പറഞ്ഞ രാജീവ് പ്രഭു? വെറുതെ ചോദിച്ചതാ കേട്ടോ, എനിക്കും അറിയത്തില്ല ഉത്തരം. മനസ്സിലായിട്ടില്ല. എനിക്കും അറിയത്തില്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. അന്ന് കുട്ടികൾ ചോദിച്ചതാണ് എന്തുകൊണ്ട് 9, 10 എന്ന് പറഞ്ഞുകൂടാ എന്ന് പറയുന്നതിന്റെ കൂട്ട് ഇവിടെ 4 യുഗങ്ങളെ, കൃതയുഗം വന്നു, പിന്നെ 3ാമത്തെ യുഗത്തിനെ ത്രേതായുഗമെന്നും 2ാമത്തെ യുഗത്തിനെ ദ്വാപര യുഗമെന്നും 4ാമത്തെ യുഗത്തിനെ കലിയുഗമെന്നും വിശേഷിപ്പിച്ചു. 2ാമത്തെ യുഗത്തിനെ ത്രേതായുഗം, ആക്ച്വലി 2ാമത്തെ യുഗം എന്ന് പറയുമ്പോൾ ദ്വൈതം, ദ്വാപരം, ദ്വാപര യുഗം എന്നല്ലേ വരേണ്ടത്, പേര് വരേണ്ടത് അങ്ങനല്ലേ? പിന്നെന്തുകൊണ്ട് ത്രേതായുഗം എന്ന് പറഞ്ഞു, 3ാമത്തെ യുഗം എന്ന് പറഞ്ഞു? ഭഗവാന്റെ ഒരേ ഒരു ഭക്തിയെ കൊണ്ടാണ് ഈ ദ്വാപരയുഗം എടുത്തു കളഞ്ഞിട്ട് ത്രേതായുഗം കൊണ്ടുവന്നത്. ഇവിടെയാണ് അഹല്യ എന്ന ഭക്തയുടെ ആ ഒരു അർപ്പണം നമുക്ക് മനസ്സിലാവുന്നത്. കഥകൾ നമുക്കറിയാം. അഹല്യാദേവിയുടെ ഭർത്താവിന്റെ പേരെന്താ? ഗൗതമമുനി. ഗൗതമ ഗൗതമമുനി. അപ്പം മഹാനായ മുനി ഗൗതമമുനി. ഗൗതമമുനിയുടെ പതിവ്രതയായ ഭാര്യയായിരുന്നു അഹല്യ. ഇവിടെയാണ് നമ്മൾ വളരെ സൂക്ഷ്മമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത്. പതിവ് പോലെ ഗൗതമമുനി രാമമുഹൂർത്തത്തിൽ എഴുന്നേറ്റിട്ട് പ്രഭാത കർമ്മങ്ങൾക്കായി, സ്നാനാദി കർമ്മങ്ങൾക്കായി പോയി. സമയത്ത് എപ്പോഴും ഭൗതികമായി താല്പര്യമുള്ള ഒരാളാണ് ഇന്ദ്രൻ. ഇന്ദ്രന് പലപ്പോഴും പനിഷ്മെന്റ് കിട്ടിയിട്ടുമുണ്ട്. ഇന്ദ്രൻ സുന്ദരിയായ ഗൗതമമുനിയുടെ പത്നിയെ അനുരക്തനാവുകയും ഈ അഹല്യാദേവിയെ കാണാനാവുകയും വന്നു. എങ്ങനെ വന്നു? ഫാൻസി ഡ്രസ് എടുത്തു വന്നു, വേഷപ്രച്ഛന്നനായിട്ട് വന്നു. അതായത് ഗൗതമ മഹർഷിയുടെ സ്വന്തം ഭർത്താവിന്റെ വേഷത്തിൽ അവിടെ. അഹല്യ ചോദിക്കും, പ്രഭു എന്താ പെട്ടെന്ന് വന്നത് എന്ന് ചോദിക്കും. ആ പെട്ടെന്ന് ഇഞ്ഞു പോരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ദ്രൻ ഇത്രയും സാധിച്ചിട്ട് അവിടുന്ന് പോകും. കുറെ കഴിഞ്ഞിട്ട് യഥാസമയം, എന്നത്തെയും സമയം പോലെ ഗൗതമമുനി ആശ്രമത്തിലേക്ക് വന്നു. അപ്പോൾ അഹല്യ ചോദിക്കും, ഇത്തിരി മുമ്പായിരുന്നതല്ലേ, പിന്നെ പെട്ടെന്ന് അവിടെ പോയി എന്ന് ചോദിക്കും. ഗൗതമമുനി അന്തം വിടും. അപ്പോൾ പറയും, ഇവിടുന്ന് പ്രഭാത സ്നാനത്തിന് പോയിട്ട് നിങ്ങൾ പെട്ടെന്ന് വന്നില്ല, ഇതൊക്കെ മറന്നുപോയോ, കാര്യങ്ങളെല്ലാം മറന്നുപോയോ എന്ന് ചോദിക്കുമ്പം മുനി അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ ദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി. സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു പോയി. അതില് അഹല്യ ആ അബദ്ധത്തിൽ പെട്ടുപോയി. പക്ഷേ തെറ്റാണ്. അവിടെ ശാപം കൊടുക്കുകയാണ്. അഹല്യ ചെയ്തത് തെറ്റോ ശരി? അഹല്യ ചെയ്തത് തെറ്റോ ശരിയോ? ചോദ്യം ഇരിക്കുന്നവരുടെ കൂടെയാണ്. ഹരേ കൃഷ്ണ. അഹല്യ ചെയ്തത് തെറ്റോ ശരിയോ? ആരെങ്കിലും ഒരാളെങ്കിലും പറയൂ, എന്തെങ്കിലും ഒരു ആൻസർ. അഹല്യ
ചെയ്തത് തെറ്റോ ശരി? എന്തോ ഗൗതമന്റെ വേഷത്തിൽ ദേവേന്ദ്രൻ ചെന്ന് കേട്ടില്ല, ഒന്നുകൂടെ പറയണേ. വിചാരിച്ച് പ്രാപിച്ചു. അല്ല, തെറ്റോ ശരിയോ? ഒരൊറ്റ വാക്ക്, തെറ്റ് അല്ലെങ്കിൽ ശരി? ശരി. അഹല്യ ചെയ്തത് ശരി. ശരി എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? സുശീപ്രഭു. എനിക്കറിയാം സുശീപ്രഭു പറയുമെന്നുള്ളത്. ആ ശരി അവിടെ നിൽക്കട്ടെ, ശരിയിലേക്ക് നമുക്ക് പോകാം. അതിന് ചർച്ച ഉണ്ടാവും സുശീപ്രഭുവിന്റെ കയ്യിൽ. നമ്മൾ ആദ്യം ഏതൊരു കാര്യത്തിനും രണ്ട് കാര്യങ്ങളുണ്ട്, രണ്ട് ഘട്ടങ്ങളുണ്ട്, രണ്ട് ഘടകങ്ങളുണ്ട്. രണ്ടിനെയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യണം. അപ്പം തെറ്റിനെയും ശരിയെയും ഏതൊരു കാര്യത്തിനും നമ്മള് 6 എന്ന് എഴുതി 2 സൈഡിൽ നിൽക്കുമ്പോൾ ഒരാൾ 9 എന്ന് പറയും, ഒരാൾ 6 എന്ന് പറയും. രണ്ടുപേരുടെ ഭാഗത്തും ശരിയുണ്ട് എന്ന് പറയുന്നത് പോലെ തെറ്റിനെ നമുക്ക് എടുക്കാം. കലിയുഗത്തില് ആ ഒരു തെറ്റിനെയാണ് സൂക്ഷ്മമായി അതുകൊണ്ട് തെറ്റിനെ നമ്മൾ എടുക്കുന്നു. അഹല്യ പതിവ്രതയായ ഭാര്യ, ഒരു സാധാരണ മനുഷ്യന്റെ ഭാര്യയല്ല. പതിവ്രത അവിടെ നിൽക്കട്ടെ. ഒരു ശകലം നമ്മുടെ എന്തുവാ ക്യാപ്സിക്കവും ആ പനീറും. അപ്പം പതിവ്രതയായ ഭാര്യ, പതിവ്രതയായ ഭാര്യ മഹാമുനിയുടെ ഭാര്യ, ഗൗതമ മഹർഷിയുടെ ഭാര്യ. ഗൗതമ മഹർഷി ബ്രഹ്മമുഹൂർത്തത്തില് അദ്ദേഹത്തിന്റെ തപശ്ചര്യകൾ തുടരുന്നതിന് വേണ്ടിയിട്ട് സ്നാന ആദി കർമ്മങ്ങൾക്ക് പോയി. ഈ ഒരു സമയം തീർച്ചയായും ഗൗതമ മഹർഷി സ്വന്തം ഭർത്താവ്, എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് വരില്ല എന്ന് മനസ്സിലാക്കിയില്ല. ഒരു ചെറിയൊരു അബദ്ധം, അത്രയും ചിന്തിക്കാൻ പറ്റില്ല. അതേസമയം അഹല്യാദേവിയുടെ തെറ്റ് എന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. കാര്യം അത് സെൻസിറ്റീവ് മൊമെന്റ്സ് ആണ്, ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ കലിയുഗത്തിലെ പദം പദാനുപദം, ഭാഗവതത്തിൽ ശ്ലോകം പറയുന്നുണ്ട്, പദം പദാനുപദം. ഓരോ ചുവടിലും മായക്കാഴ്ചകൾ അടങ്ങിയിരിക്കുന്നു. ഇതൊരു മായക്കാഴ്ചയായിരുന്നു. ഈ മായക്കാഴ്ചകളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വ്യർത്ഥമായി മാറും. ഇവിടെ നമ്മൾ ആ മായക്കാഴ്ചയിൽ നിന്ന് മുക്തി പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാനെ സ്മരിച്ചേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ആ മായക്കാഴ്ച കൊണ്ടുപോകും. സുശീപ്രഭു എപ്പോഴും പറയും മനസ്സ് ഇന്നസെന്റ് ആണെന്നുള്ളത്. ഇന്നസെന്റ് ആയതുകൊണ്ട് പിടിച്ചു കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ്. അതിനെ പിടിച്ച് വലിച്ചു കളയും, വരാൻ പറയും. അങ്ങനെ ഈ മനസ്സിനെ പിടിച്ചു വലിച്ചപ്പോഴത്തേന് അഹല്യാദേവി പെട്ടുപോയി. അത് ഗൗതമ മഹർഷിക്കും മനസ്സിലായി. പക്ഷേ ഒരു ഭർത്താവ് എന്ന നിലയിൽ ഒരു ദേഷ്യം അവിടെ ഉണ്ടായി. തനിക്ക് തപശ്ചര്യ ശക്തി ഉണ്ടായതുകൊണ്ട് പനിഷ്മെന്റ് ഇത്തിരി കട്ടിയാവുകയും ചെയ്തു. എന്ത് പറഞ്ഞു? ശിലയായി മാറട്ടെ, പാറയായി മാറട്ടെ എന്ന് പറഞ്ഞു. അഹല്യാദേവി തന്റെ ക്ഷമാപണം, തന്റെ നിരപരാധിത്വം ഗൗതമമുനിയോട് പറഞ്ഞു. ഗൗതമമുനി അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു, സ്വീകരിച്ചു. ഒരിക്കലും അവിടെ തർക്കമുണ്ടായിട്ടില്ല, സ്വീകരിച്ചു. പറഞ്ഞു, തെറ്റെന്തായാലും തെറ്റാണ്, പക്ഷെ നീ പുണ്യവതിയാണ്. അതുകൊണ്ട് എന്തായിക്കഴിഞ്ഞാലും എനിക്കൊരു പനിഷ്മെന്റ് ആവശ്യമാണ്. ഇതേ പനിഷ്മെന്റ് ആണ് ദാമോദര ലീലയിൽ നളകുബേരന്മാർക്കുണ്ടായത്. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കണം, അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും തെറ്റിന് ഒരു ശിക്ഷയുണ്ടാകും. അവിടെ ഒരു പ്രായശ്ചിത്തം ആവശ്യമാണ്. നളകുബേരന്മാർ അറിയാതെ ചെയ്ത തെറ്റാണ്. പക്ഷേ തെറ്റെന്തുകൊണ്ട് ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അവർ കഴിച്ചിരിക്കുന്ന ആഹാരമാണ് അവരെ കൺട്രോൾ ചെയ്തത്. മദ്യപിച്ച് കൂട്ടുകാരികളുമൊത്ത് നഗ്നമായിട്ട് ആ നദിയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആരാധ്യ പുരുഷനായ നാരദ മഹർഷി, ദേവതുല്യനായ ദേവർഷി നാരദ മഹർഷി അവിടെ വരുന്നത്. നാരദ മഹർഷിയെ അവഗണിച്ചു, ഒഫൻഡ് ചെയ്തു. ആ ഒഫൻഡിന്
പ്രായച്ചിത്തമായിട്ടാണ് അവിടെ ഒരു പനിഷ്മെന്റ് കൊടുക്കുന്നത്. നിങ്ങൾ തുണി ഉടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിൽ മരങ്ങളായി മാറട്ടെ എന്ന് പറഞ്ഞു. അതിന് നാരദ മഹർഷി വീണ്ടും ശാപമോക്ഷവും ഉപായവും കൊടുത്തു, ഫോർമുലയും പറഞ്ഞു കൊടുത്തു. ദ്വാപര യുഗത്തില് ഭഗവാൻ ഇവിടെ വരും, വൃന്ദാവനത്തിലായിരിക്കും ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഭഗവാന്റെ സ്പർശം എടുക്കും, ആ സ്പർശനം കിട്ടുന്ന മാത്രയിൽ നിനക്ക് മോക്ഷം കിട്ടും എന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെയും അതേ രംഗമാണ് ഇവിടെയും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഗൗതമ മഹർഷി അഹല്യാദേവിയോടുത്ത് പറയും, ഈ തപസ് ചെയ്യുക, ശ്രീരാമചന്ദ്ര പ്രഭുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുക. ത്രേതായുഗത്തില്, അപ്പോൾ കൃതയുഗമാണ്, സത്യയുഗമാണ്, ദ്വാപരയുഗവും കഴിഞ്ഞിട്ടാണ് ത്രേതായുഗം വരേണ്ടത്. ആ ത്രേതായുഗത്തില് നിനക്ക് മോക്ഷം കിട്ടും. ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ സ്പർശനം കിട്ടുമ്പോൾ, പാദസ്പർശനം കിട്ടുമ്പോൾ നിനക്ക് മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞു. രണ്ട് കയ്യും നീട്ടി അഹല്യാദേവി ആ ശാപത്തെയും ശാപമോക്ഷത്തെയും സ്വീകരിച്ചു. ബോധാവസ്ഥയിലായിരുന്ന അഹല്യാദേവി ശ്രീരാമചന്ദ്ര പ്രഭുവിനെ വളരെ ദൃഢതമമായി മറ്റു ഒരു ചിന്തകളുമില്ലാതെ സ്മരിച്ചു. അപ്പോഴാണ് ശ്രീരാമചന്ദ്ര പ്രഭു അഹല്യാദേവിയുടെ വിളി കേൾക്കുന്നത്. എൻ്റെ ഒരു ഭക്ത ഇനിയും യുഗങ്ങൾ കാത്തിരിക്കണമോ? അത് എനിക്ക് താങ്ങാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഞാൻ ഉടനെ പുറപ്പെടുകയായി. അങ്ങനെ ഒരു ഓവർലാപ്പ് അവിടെ വന്നു. ദ്വാപരയുഗത്തെ പിടിച്ച് തള്ളിക്കൊണ്ട് ശ്രീരാമചന്ദ്ര പ്രഭു അഹല്യാദേവിക്ക് മോക്ഷം കൊടുക്കാനായിട്ട് ത്രേതായുഗത്തിനെ പിടിച്ചു കൊണ്ടുവന്നു. അങ്ങനെ സാക്ഷാ ശ്രീരാമചന്ദ്ര പ്രഭു വരികയും ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ പാദസ്പർശനം കിട്ടി അഹല്യയ്ക്ക് മോക്ഷം കിട്ടുകയും ചെയ്തു. അവിടെ ആ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ മോക്ഷം കിട്ടിയ സമയത്ത് അഹല്യാദേവി കാണുന്ന ഒരു രംഗമുണ്ട്. അഹല്യാദേവി ശ്രീരാമചന്ദ്ര പ്രഭുവിനെ സ്മരിക്കുന്ന ഒരു രംഗമുണ്ട്. ഹരേ കൃഷ്ണ. അഹല്യാസ്തുതി. ലക്ഷ്മി റെഡിയാണോ? ഹരേ കൃഷ്ണ. വീഡിയോ ഓൺ ചെയ്യും. ലക്ഷ്മി നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ചെറിയൊരു ഇൻട്രഡക്ഷൻ തരാം. പുതിയ ആളല്ല, കരാമയില് സ്ഥിരമായിട്ട് ക്ലാസ്സുകളിൽ വന്നിരുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ സഹോദരിയാണ്. അപ്പം ഇപ്പം നാട്ടിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ലക്ഷ്മി അഹല്യാസ്തുതി. തത്വം അദ്വയം സത്യസന്ധമാദ്യന്തഹീനം നിത്യം അവ്യയം ഭജിച്ചിടും നേനിനെ നിത്യം ഭക്തേവമച്ചാരയും ഭജിച്ചിടുന്നേനില്ല. യാതൊരു പാദാംബുജമാരായും നിതുവേദം യാതൊരു നാഭി തന്നിലുണ്ടായ വിരിച്ചൻ യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ ചേതസാ തത്സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീ രമണനും ഭാരതീ ദേവി താനും ബ്രഹ്മലോകത്തിങ്കിൽ നിന്നന്നുഹം കീർത്തിക്കുന്നു കൽമഷഹരം രാമചരിതം രസായനം വോളിയം ഇത്രയും കൂടെ ഒന്ന് കൊടുക്കാമോ? ഇത്രയും കൂടെ സൗണ്ട് കൂട്ടാൻ പറ്റുമോ? കാമരാഗാദികൾ തീർന്ന് ആനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ. ആദ്യൻ അദ്വയൻ ഏകൻ അവ്യക്തൻ അനാകുലൻ വേദ്യനല്ലാരാലും എന്നാലും വേദാന്ത വേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവു പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി സകല ചരാചര ഗുരുകാരുണ്യമൂർത്തി ഭുവന മനോഹരമായൊരു രൂപം പൂണ്ട് ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്ത്യാ ഭജിച്ചിടുന്നേൻ മനസ്സി ഞാൻ. സ്വതന്ത്രൻ പരിപൂർണനാനന്ദൻ ആത്മാരാമനതന്ത്രൻ നിജമായ ഗുണബിംബിതനായി ജഗതുദ്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ അഖണ്ഡൻ ബ്രഹ്മ വിഷ്ണു രുദ്രനാമങ്ങൾ പൂണ്ട്
ഭേദരൂപങ്ങൾ കൈക്കൊണ്ടോരു നിർഗുണം മൂർത്തി വേദാന്ത വേദ്യൻ മമ ചേതസി വസിക്കണം. രാമാ രാഘവാ പാദപങ്കജം നമോസ്തുതേ. ശ്രീമയം ശ്രീദേവി പാണിദ്വയ പത്മാർച്ചിതം മാനഹീനന്മാരാം ദിവ്യന്മാരാൽ അനുധ്യേയം. മാനാർത്ഥം മൂന്നിലകമാക്രാന്ത ജഗത്രയം ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം നിർമ്മലം ശംഖചക്രകുലിശമത്സ്യാങ്കിതം മന്മനോനികേതനം കൽമഷവിനാശനം നിർമ്മലാത്മാനം പരമാസ്പദം നമോസ്തുതേ. ജഗദാശ്രയൻ ഭവാൻ ജഗത്തായതും ഭവാൻ ജഗദാമാദിഭൂതനായതും ഭവാനല്ലോ. സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ അജൻ അവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ വചസാം വിഷയമല്ലാതൊരാനന്ദമല്ലോ. വാച്യവാചകോ ഭയഭേദേന ജഗന്മയ വാച്യനായി വരേണമേ വാക്കിന്നു സദാ മമ കാര്യകാരണ കർത്തൃഫല സാധന ഭേദം മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു. കേവലം എന്നാകിലും നിന്തിരുവടിയത് സേവകന്മാർക്കു പോലും അറിവാനരുതല്ലോ. ത്വന്മായാ വിമോഹിത ചേതസാമജ്ഞാനിനാം ത്വന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ. മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ പുറത്തും അകത്തും എല്ലാടവും ഒക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുവടിയല്ലോ. ശുദ്ധൻ അദ്വയൻ സമൻ നിത്യൻ നിർമ്മലൻ ഏകൻ ബുദ്ധൻ അവ്യക്തൻ ശാന്തൻ അസംഗൻ നിരാകാരൻ സത്വാദിഗുണത്രയുക്തയാം ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ ഭക്താനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ സക്താനാം ഭുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ തത്വാധാരാത്മാദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ സത്യജ്ഞാനാനന്ദാനന്ദാത്മൃതാത്മകൻ പരൻ സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭു സച്ചിൽ ബ്രഹ്മാത്മാ സമസ്തേശ്വര മഹേശ്വരൻ അച്യുതന്നാദിനാഥൻ സർവദേവതാമയൻ നിന്തിരുവടിയായതിത്രയും മൂഢാത്മാവായ അന്ധയായുള്ളൊരു ഞാൻ എങ്ങനെ അറിയുന്നു. നിന്തിരുവടിയുടെ തത്വമെന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ. എത്ര കുത്രാഭിവസിച്ചിടിലും എല്ലാ നാളും പുൽത്തളിരടിയിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണം എന്നൊഴിഞ്ഞ പരം ഞാൻ അർത്ഥിച്ചിടുന്നേനല്ല. നമസ്തേ നമോ നമ. നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ നമസ്തേ ഋഷികേശ രാമ രാഘവാര നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ. സമസ്ത കർമാർപ്പണം ഭവതി കരോമി ഞാൻ സമസ്തമപരാധം ക്ഷമസ്വ ജഗൽപതേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. എല്ലാ സമസ്ത അപരാധവും ശരണാഗതി പ്രാപിക്കുകയാണ്, ശരണാഗതി തേടുകയാണ് അഹല്യാദേവി ശ്രീരാമചന്ദ്ര പ്രഭുവിനെ കണ്ടത്. ഇവിടെ ഫസ്റ്റ് എന്താ പറയുക? തത്വമദ്വയം സത്യസന്ധം ആദ്യന്തഹീനം നിത്യവ്യയം ഭജിച്ചേടുന്നിനി നിത്യം. ദൈവം മറ്റാരെയും ഭജിച്ചേടുന്നേയില്ല, മറ്റാരെയും ഭജിക്കുന്നില്ല. നോക്കൂ, ഇതാണ് നമ്മൾ രാമായണം വായിക്കുമ്പം രാമായണത്തിന്റെ വരികളിലൂടെ പോകണം. എന്താണ് അഹല്യാദേവി പറയുന്നത്? മറ്റാരെയും ഞാൻ ഇനി ഭജിക്കുന്നില്ല. ഇവിടെയാണ് വേണ്ടത്. ഇതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അവിടെ വേറെ ഒരു പ്രാസമോ മറ്റ് ഗ്രന്ഥമോ ഒന്നും കൊണ്ടുവരാൻ നിൽക്കരുത്. ചില പണ്ഡിതന്മാരും ഭാഷാ പണ്ഡിതന്മാരും പ്രാസംഗികരെന്ന് ഞാൻ പറയത്തുള്ളൂ, ആത്മീയ പ്രഭാഷകരെന്ന് ഞാൻ പറയത്തില്ല, എല്ലാം കൊണ്ടുവന്നിട്ട് ദ്വന്ദ്വവും അതെല്ലാം കൊണ്ടുവന്നങ്ങ് മിക്സ് ചെയ്യും. ഇതൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ദ്വന്ദ്വം ഒന്നും അറിഞ്ഞിട്ടല്ല അഹല്യാദേവി ഭഗവാനെ ശരണാഗതി തേടുന്നതും വാൽമീകി രാമായണത്തിൽ എഴുതിയതും അതിനെ
ആധ്യാത്മിക രാമായണത്തെ എഴുത്തച്ഛൻ പുനരാവിഷ്കരിച്ച് ഒന്നും പ്രാസം കൊണ്ടിട്ടോ ദ്വന്ദ്വം കൊണ്ടിട്ടോ ഒന്നുമല്ല, ദ്വന്ദ്വഭാവത്തിലൊന്നുമല്ല. പരിപൂർണ നിഷ്കളങ്കം നിർമ്മലമായ ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. അത് മാത്രമേ അവിടെ എടുക്കാവൂ. വേറെ ഒരു ഉദാഹരണവും അവിടെ കൊണ്ടുവരാൻ പാടില്ല. പല രാമായണ പ്രഭാഷകരും ചെയ്യുന്ന അവിടെ വേറെ ദ്വന്ദ്ങ്ങൾ കൊണ്ടുവരും. അത് അവിടെ നിൽക്കട്ടെ. അപ്പം ഇവിടെ പറയുന്നു, നിത്യം അവ്യയം ഭജിച്ചിടുന്നതിന് നിത്യം ദൈവം മറ്റാരെയും ഭജിച്ചിടുന്നതില്ല. എനിക്ക് ആരെയും ഇനി രാമചന്ദ്ര പ്രഭു എനിക്ക് ഭജിക്കേണ്ട ആവശ്യമില്ല. എന്താ പിന്നെ എന്തുകൊണ്ടാണ് അവിടെ അഹല്യാദേവി ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണെന്നുള്ളത്. വെറുതെ ഒന്നല്ല എടുത്ത് പറയുന്നത്. യാതൊരു പാദാംബുജരമായ ആരായുന്നിതു വേദം, യാതൊരു പാദാംബുജം ആരായുന്നിതു വേദം. വേദങ്ങളിൽ ഏതൊരു തൃപ്പാദങ്ങളെയാണ്, പാദകമലങ്ങളെയാണ് പറയുന്നത്? പ്രഭു, ആ ശ്രീരാമചന്ദ്ര പ്രഭുവാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനും. നോക്കൂ, എത്ര വളരെ മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആരുടെ നാഭിയിലൂടെയാണ് വിരിഞ്ചൻ ഉണ്ടായിരിക്കുന്നത്? ബ്രഹ്മാവ് ഉണ്ടായിരിക്കുന്നത്. യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ. ആരുടെ നാമമാണോ സദാസമയം ജപിച്ചുകൊണ്ടിരിക്കുന്നത്? ആരാ? സാക്ഷാൽ ശ്രീ മഹാദേവൻ. ചേതസ തത്സാമിയെ, ആ സ്വാമിയെ, ആ മഹാപ്രഭുവിനെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. എനിക്ക് വേറെ ആരെയും ആരാധിക്കേണ്ടവർ ആവശ്യമില്ല. കാര്യം ഇവരെല്ലാം പരമപ്രഭുക്കന്മാരാണ്. സൃഷ്ടികർത്താവാണ് ബ്രഹ്മാവ്, സംഹാരത്തിന്റെ പ്രതിനിധിയാണ് മഹാദേവര്. ഈ ത്രിമൂർത്തികളെല്ലാം ആരെയാണോ സ്മരിക്കുന്നത് ആ സ്വാമിയെ, ആ മഹാപ്രഭുവിനെ ഞാൻ സ്മരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് മറ്റാരെയും ജപിക്കേണ്ട, സ്തുതിക്കേണ്ട ആവശ്യമില്ല, സ്മരിക്കേണ്ട ആവശ്യമില്ല. നിത്യം അവ്യയം ഭജിച്ചിടുന്നതിന് നിത്യം ദൈവമറ്റാരെയും ഭജിച്ചിടുന്നേനില്ല. പിന്നെ അങ്ങോട്ട് വരുമ്പം എന്താണ് പറയുന്നത് ഇവിടെ? നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ, നമസ്തേ ഹൃഷികേശ. ഇന്ദ്രിയങ്ങളെ ജയിച്ചവനെ ഹൃഷികേശ ഭഗവത്ഗീതയിൽ നമുക്ക് പഠിക്കാനുണ്ട്. നമസ്തേ ഹൃഷികേശ രാമ രാഘവ രാമ, നമസ്തേ നാരായണ. സാക്ഷാൽ നാരായണൻ വിഷ്ണു. സന്തതം നമോസ്തുതേ നമസ്ത കർമാർപ്പണം ഭവതി കരോമി ഞാൻ, സമസ്ത അപരാധം ക്ഷമ ജഗൽപതി. എന്റെ എല്ലാ അപരാധങ്ങളും അവിടുന്ന് ക്ഷമിക്കണമേ, ഞാൻ ശരണാഗതി തേടുന്നു. ഇതായിരിക്കണം നമ്മൾ രാമായണം വായിക്കും, ഈ ഒരു ഭാവത്തിലായിരിക്കണം നമ്മൾ പോകേണ്ടത്. അങ്ങനെ അഹല്യ വളരെ മനോഹരമായിട്ട് ശ്രീരാമചന്ദ്ര ഭഗവാനെ സ്തുതിക്കുകയും ശ്രീരാമചന്ദ്ര ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പോകുമ്പം വീണ്ടും ഒരു പ്രധാന ഭാഗത്തിൽ എത്തിച്ചേരും. ഏതാണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? അടുത്തൊരു സ്തുതിയാണ് വരുന്നത്. വളരെ മനോഹരമാണ്. 7 ദിവസങ്ങൾ അല്ലെങ്കിൽ 7 ഭാഗമായിട്ട് രാമായണത്തിന്റെ ഫസ്റ്റ് പാർട്ട് നിൽക്കുന്നത്. അടുത്ത് ജനക മഹാരാജാവിന്റെ സ്തുതിയാണ്. ജനക മഹാരാജാവിന്റെ അടുത്തേക്ക് സീതാ സ്വയംവരത്തിനായിട്ട് ആരാണ് ശ്രീരാമചന്ദ്ര പ്രഭുവിനെ കൊണ്ടുപോകുന്നത്? വിശ്വാമിത്ര മഹർഷി. വിശ്വാമിത്ര മഹർഷി കൊണ്ടുപോവുകയാണ്. ഇതെല്ലാം ഒരു നിമിത്തമാണ്. വിശ്വാമിത്ര മഹർഷി അയോധ്യയിൽ ശ്രീരാമചന്ദ്രനെ വിളിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്വയംവരം നടക്കുന്നുണ്ട്, നമുക്ക് അവിടെ വരെ പോയി നോക്കാം. വിശ്വാമിത്ര മഹർഷിക്ക് അറിയാം ശ്രീരാമചന്ദ്രൻ ആരാണെന്നുള്ളതും സീതാദേവിയുടെ ഭർത്താവ് ശ്രീരാമചന്ദ്രൻ ആണെന്നും അറിയാം. പക്ഷേ വളരെ കൂളായിട്ടാണ് ശ്രീരാമചന്ദ്രനെ വിളിച്ചുകൊണ്ട് നമുക്ക് അവിടെ വരെ പോയി നോക്കാമെന്ന് പറയും. എന്നിട്ട് അമ്പൊന്നെടുത്ത് നോക്കാം, എന്താണ് അവിടെ മത്സരം എന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ജനക മഹാരാജാവിൻ്റെ അടുത്ത് വളരെ ഗൂഢമായി രഹസ്യം പറയും. ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ അവതാരവും അല്ലെങ്കിൽ ശ്രീരാമചന്ദ്ര പ്രഭു ആരാണെന്നുള്ളത് ജനക മഹാരാജാവിൻ്റെ അടുത്ത് പറയും. അങ്ങനെ ജനക മഹാരാജാവ് ശ്രീരാമചന്ദ്ര പ്രഭുവിനെ സ്തുതിക്കും. അവിടെ സൽപുമാൻ ഇവിടെ ഭക്തി സംഭവിക്കണം, മുക്തിയും ലഭിക്കണം. തൽപാദാംബുജ ബിന്ദുക്കൾ ധരിച്ചുൽപരോത്ഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു. തൽപാദാംബുജധാരണം കൊണ്ടു സർപ്പഭൂഷണൻ ജഗത്തേക്ക്
ജഗത്തൊക്കെ സംഹരിക്കുന്നു തൽപാദാംബുജ ഗളിതാംബുധാരണം കൊണ്ട് സൽപ്പുമാൻ മഹാബലി സിദ്ധിച്ചാനന്ദപ്രദം തുൽപദാംബുജെ സൃഷ്ടി കൊണ്ട് അഹല്യയും വിഷത്തോട് വേർപെട്ടു നിർമ്മലയായ നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധവുമകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു. ജനക മഹാരാജാവ് രാമേന്ദ്ര പ്രഭുവിന്റെ അടുത്ത് പറയുന്നതാണ്, സ്തുതിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പം അങ്ങനെ ജനക മഹാരാജാവും ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ ആ പ്രഭാവത്തെ, ആ പരമ ദിവ്യോത്തമ പുരുഷ ഭാവത്തെ റിയലൈസ് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടെയാണ് സീതാദേവിയെ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ കരങ്ങളിൽ പിടിച്ചു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ പോകുമ്പം വീണ്ടും നമ്മൾ ചെല്ലുന്നത് അടുത്ത ഒരു സ്തുതിയിലേക്കാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സ്തുതിയിലേക്കാണ് പോകുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ വളരെ മഹാനുഭാവനായിട്ട് പോകുന്ന സമയത്ത് വഴിയിൽ ഒരാളെ കാണും. ആരെയാ കാണുന്നത്? പരശുരാമനെ കാണും. പരശുരാമൻ, അപ്പം നീ ശ്രീരാമനാണെങ്കിൽ ഞാന് പരശുരാമനാണ് എന്ന് പറയും. അങ്ങനെ അവസാനം അവിടെയും പരശുരാമൻ സറണ്ടർ ചെയ്യും. ആ അന്തരീക്ഷമെല്ലാം നമുക്കറിയാം. ശ്രീരാമചന്ദ്രന്റെ അടുത്ത് സാഷ്ടാംഗം പ്രണമിക്കുകയാണ് അവസാനം പരശുരാമൻ. ശ്രീരാമചന്ദ്ര ഭഗവാൻ പരശുരാമനെ ആലിംഗനം ചെയ്ത് അനുഗ്രഹിച്ച് അവിടുന്ന് പറഞ്ഞു വിടും. അങ്ങനെ പരശുരാമൻ സ്തുതിക്കുന്ന ഒരു രംഗമുണ്ട്. ശ്രീരാമ രാമ മഹാബാഹു ജാനകീ പതേ. അമൃതമാതാജി, ആ ഭാഗം കിട്ടിയോ? ഒന്ന് വായി. ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപതേ ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ രാമ ശ്രീരാമ സീതാഭിരാമ നന്ദാത്മക വിഷ്ണു ശ്രീരാമ രാമ രമാരമണ രഘുപതേ ശ്രീരാമ രാമ പുരുഷോത്തമ ദയാനിധേ ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയ ഹേതുമൂർത്തേ ശ്രീരാമ ദശരഥ നന്ദന ഋഷികേശ ശ്രീരാമ രാമ രാമ കൗസല്യാത്മജാ ഹരേ. എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജ വിലോചന കാരുണ്യവാരാന്യതേ ചക്രതീർത്ഥ തിങ്കൽ ചെന്നെത്രയും ബാല്യകാലേ ചക്രവാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം. ഉഗ്രമാം തപസ്സു കൊണ്ടിന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാനെ. വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ വിഷ്ണു സേവിതൻ ഭജനീയ ഈശ്വരൻ നാഥൻ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ നോക്കൂ, ശ്രീരാമ രാമ മഹാബാഹു ജാനകി പതി ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ, ലോകത്തിന്റെ നാഥനെ. പിന്നെ ഇങ്ങനെ വായിച്ച് ഭഗവാനെ സ്തുതിച്ച് അപ്പൊ നമ്മളും സമയം കിട്ടുമ്പോഴൊക്കെ ഭഗവാനെ സ്തുതിക്കുകയാണ് വേണ്ടത്. വീണ്ടും എന്താ പറയുന്നത് പരശുരാമൻ? വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ, സാക്ഷാൽ നാരായണനാണ് അങ്ങ്. നമുക്ക് ത്രേതായുഗത്തിലാണെന്ന് ഓർമ്മ വേണം. ശ്രീരാമചന്ദ്ര പ്രഭുവിനെ പറയുകയാണ്, വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ ജിഷ്ണു സേവിതൻ. ആരാ ജിഷ്ണു? ആരാ ജിഷ്ണു? ജിഷ്ണുവാൽ സേവിതൻ. വിഷ്ണു സഹസ്രനാമത്തിൽ നമ്മൾ വായിക്കും, ജിഷ്ണുവേ വിഷ്ണുവേ ജിഷ്ണവേ ചങ്കിനേ ചക്രിണേ. ഏതാ? ആരാണ് ജിഷ്ണു? ജയപ്രകാശ് പ്രഭു. ആരാണ് ജിഷ്ണു? വിഷ്ണവേ എല്ലാവർക്കും അറിയാം, ഇപ്പം പെട്ടെന്ന് വിഷ്ണവേ ജിഷ്ണവേ. വിഷ്ണു സഹസ്രനാമത്തിലെ ജിഷ്ണു സാക്ഷാൽ അർജുനൻ, അർജുന സേവിതൻ, ജിഷ്ണു സേവിതൻ. നോക്കൂ, ഇതെങ്ങനെ സംഭവിച്ചു? ത്രേതായുഗത്തില്
ദ്വാപരയുഗത്തിലാണ് അർജുനനെ നമ്മൾ വായിച്ചത്. ത്രേതായുഗത്തിൽ എങ്ങനെ സംഭവിച്ചു? അപ്പം ജ്ഞാനികൾക്ക് ദർശിക്കാൻ സാധിക്കും ആരാണ് ഭഗവാനെന്നുള്ളത്. അതുകൊണ്ടാണ് ആത്മദർശികളിൽ നിന്ന് മാത്രമേ ഏവം പരമ്പരാപ്രാപ്തം, ഗുരു പരമ്പരയിലൂടെ മാത്രമേ ശാസ്ത്രം പഠിക്കാൻ ശ്രമിക്കാവൂ. അല്ലെങ്കിൽ ഉണ്ടല്ലോ കൺഫ്യൂസ് ആയി കളയും. അവിടെ ദ്വൈതവും അദ്വൈതവും എല്ലാ സിദ്ധാന്തങ്ങളും കൊണ്ടുവന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കുളമാക്കി പോയി കളയും. അതാണ് നേരത്തെ പറഞ്ഞത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്പം ജ്ഞാനികൾക്ക് അവർക്കറിയാം ഭൂതവും ഭാവിയും എല്ലാം, വർത്തമാനവും ഒക്കെ അറിയാം. പണ്ട് ഞങ്ങൾ പാടുമായിരുന്നു, കവികൾ മാനവഹൃത്തിക്കൂട സ്പന്ദനം അറിയുന്നു. കവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുയിമാർ, ഭഗവാന്റെ ഭക്തരെയാണ് കവികൾ എന്ന് പറയുന്നത്. ഇന്ന് എഴുതുന്ന അത്യന്താധുനിക സാഹിത്യകാരന്മാരെ അല്ല കവികൾ എന്ന് പറയുന്നത്. കവികൾ മാനവഹൃത്തിൽ കൂടെ സ്പന്ദനം അറിയുന്നു, കവിക തുടിക്കും മുഖങ്ങൾ ചോരയിൽ മുക്കി വരയ്ക്കുന്നു, കവികൾ സത്യത്തിന്റെ മുറിഞ്ഞ ശിരസ് ചുമക്കുന്നു, കവികൾ ഭാവി ഫലം ദർശിക്കും മഹർഷി വര്യന്മാർ. പണ്ട് സമയത്തുള്ള ആ ചെറിയ വരികളാണ് ഇതൊക്കെ വായിക്കുമ്പോൾ ഓർമ്മ വരുന്നത്. അപ്പൊ കവികൾ ഭാവി, വർത്തമാനം, ഇതൊക്കെ ദർശിക്കാൻ കഴിവുള്ളവരാണ്. അപ്പൊ വാൽമീകി മഹർഷിക്ക് അറിയാം ശ്രീരാമചന്ദ്ര പ്രഭു ആരാണ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് വാൽമീകി മഹർഷിക്ക് അറിയാൻ പറ്റിയത്? നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, രാമായണം ഉണ്ടായത് തന്നെ കർമ്മഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ദശരഥ മഹർഷിയിലൂടെയാണ് രാമായണം ഉണ്ടാകുന്നത്. അതേസമയം ഈ രാമചരിതം എഴുതാൻ കാരണമായതും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. ഭഗവാനെ സ്മരിച്ചത് കൊണ്ട് ആ കാട്ടാള വേഷത്തിൽ നിന്ന് ആത്മീയമായ വേഷത്തിലേക്ക് ഒരു റീഫോർമേഷൻ മനുഷ്യന്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായി. അവിടെയാണ് ദ്വിജസങ്കല്പം ഉണ്ടാകുന്നത്. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ 2 ജന്മം എടുക്കണം. ഇന്ന് ഗുരുപൂർണിമയാണ്. നമ്മളെല്ലാം തീരുമാനമെടുക്കേണ്ടതാണ്. ഒരു ആത്മീയ ഗുരുവിനെ നമ്മൾ സ്വീകരിക്കണം. 2ാമതൊരു ജന്മം ഈ ഭൗതിക ജീവിതത്തിൽ തന്നെ നമ്മൾ എടുക്കണം എന്നുള്ളത്. അപ്പം ദയയില്ലാത്ത രത്നാകരിൽ നിന്ന്, കൈൻഡ്ലെസ് ആയ രത്നാകരിൽ നിന്ന് കൈൻഡ്നെസ് ആയ ദയാലുവായ വാൽമീകിയിലേക്ക് ആ ദേഹത്തിന്, ആ മനസ്സിന് രൂപപരിവേഷം ഉണ്ടായപ്പോൾ, റീഫോർമേഷൻ ഉണ്ടായപ്പോൾ അവിടെ ദയ വന്നു, സഹാനുഭൂതി വന്നു, അനുകമ്പ വന്നു. അപ്പോൾ ആ രത്നാകരൻ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത്, ആ ക്രൂരകൃത്യം, പക്ഷികളെ അമ്പെയ്യുക, അത് മറ്റൊരു കാട്ടാളൻ ചെയ്യുമ്പോൾ ആദ്യം വന്നു ആ വാക്കുകൾ, മാനിഷാദ, അരുത് 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 എന്നുള്ളത്. ഇവിടെ അപ്പം ജീവിതത്തിൽ ഒരു അനുകമ്പ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ഒരു ദയ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, സത്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ധർമ്മം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2ാമതൊരു ജന്മം, അതായത് ആത്മീയ ഗുരുവിനെ സ്വീകരിക്കണം. ഇവിടെ പിന്നെന്താ പറയുന്നത്? പരശുരാമൻ പറയുകയാണ്, സ്തുതിക്കുകയാണ്. അമൃതമാതാജി ലാസ്റ്റ് സത്സംഗം കൊണ്ട് കുറെ ഒരു 10-50 വരികൾ മുന്നോട്ട് തള്ളിപ്പോകുമ്പോൾ ആ വരികൾ കിട്ടും. സത്സംഗം കൊണ്ട് ലഭിച്ചീടിന ഭക്തിയോടും. അമൃതമാതാജി, ഹരേ കൃഷ്ണ. കിട്ടിയോ? സത്സംഗം കൊണ്ട് ലഭിച്ചീടിന ഭക്തിയോടും ത്വൽസേവാര തന്മാരാ മനുഷ്യർ മെല്ലെ മെല്ലെ ത്വന്മായാരചിതമാം സംസാര പാരാവാരം തന്മറുകരേറിയിടുന്നിതു കാലം കൊണ്ടേ ത്വൽജ്ഞാനപരന്മാര മാനുഷജനങ്ങൾക്കുള്ള ജ്ഞാനം നീക്കുവോരു സൽഗുരു ലഭിച്ചിടും. സൽഗുരുവരങ്ങൾ നിന്നൻപോടു വാക്യജ്ഞാനം ഉൾക്കാമ്പിടുതച്ചിടും. ത്വൽപ്രസാദത്താൽ അപ്പോൾ കർമ്മബന്ധത്തിങ്കൽ നിന്നാശു വേർപെട്ടു പവച്ചിന്മയ പദത്തിങ്കലാഹന്തലയിച്ചിടും. തൊൽഭക്തി വിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ. വിജ്ഞാന സുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി തൊൽബോധം മമ സിദ്ധിക്കണം. ആകയാൽ തൊൽപാദപത്മങ്ങളിൽ സദാകാലമാകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം. നമസ്തേ ജഗൽപദേ. പരശുരാമൻ എത്ര വളരെ മനോഹരമായിട്ട് ഭഗവാനെ സ്തുതിക്കുന്നു. നമസ്തേ ജഗൽപദേ. അമൃതമാതാജി കണ്ടിന്യൂ ചെയ്തു. നമസ്തേ
ജഗൽപദേ ജഗൽപദേ നമസ്തേ രമാപദേ നമസ്തേ ദാശരഥേ നമസ്തേ സതാംപദേ നമസ്തേ വേദപദേ നമസ്തേ ദേവപദേ നമസ്തേ മുഖപദേ നമസ്തേ ധരാപദേ നമസ്തേ ധർമ്മപദേ നമസ്തേ സീതാപദേ നമസ്തേ കാരുണ്യാബ്ദേ നമസ്തേ ചാരുമൂർത്തേ നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര സന്തതം നമോസ്തുതേ ഭഗവൻ നമോസ്തുതേ ചിന്തയേ ഭവച്ചരണാംബുജം നമോസ്തുതേ സ്വർഗദിക് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്വർഗതിക്കായിട്ട് സഞ്ചിതമായ പുണ്യം ഒക്കെ നിൻ ബാണത്തിന് ലക്ഷ്യമായി ഭവിക്കണം. ഇവിടെ പരശുരാമൻ എത്ര വളരെ മനോഹരമായിട്ടാണ് സ്തുതിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പറയുന്നതാണ്, സത്സംഗം കൊണ്ട് ലഭിച്ചിടുന്ന ഭക്തിയോടും സേവരതന്മാരാം മാനുഷ്യർ മെല്ലെ മെല്ലെ ത്വൻ മായാ രചിതമാം സംസാര പാരാവാരം ദുഃഖാലയം അശാശ്വതം. ഈ ഭൂമിയിലെ ദുഃഖങ്ങൾ, ഈ ഭൂമി എന്ന് പറയുന്നത് ദുഃഖാലയമാണ്. ഒരിക്കലും സന്തോഷം കിട്ടത്തില്ല. ശാശ്വതമായി നമുക്ക് ആനന്ദം കിട്ടുന്നത് ഈ ഭൂമിയിൽ പ്രതീക്ഷിക്കുകയേ വേണ്ട, പ്രതീക്ഷിക്കുകയേ വേണ്ട. അപ്പം ഈ ഭൂമിയിൽ എന്തൊക്കെയോ ഭാഗമായി അല്ലെങ്കിൽ കർമ്മഫലങ്ങളുടെ ഭാഗമായി നമ്മൾ ജനിച്ചു. അപ്പം ഇവിടുന്ന് നമ്മൾ രക്ഷപ്പെടണം. അതിനെന്താ ചെയ്യേണ്ടത്? സത്സംഗം. അതുകൊണ്ടാണ് ഭാഗവതം 12 സ്കന്ധവും രചിച്ചിട്ട് അവസാനം ഭഗവാൻ പറഞ്ഞു നിർത്തിയത്, നാമസങ്കീർത്തനം യസ്യ സർവഭാവ പ്രണാശനം പ്രണാമോ ദുഃഖശമനം സ്തം നമാമി ഹരിംബരം. നാമസങ്കീർത്തനമസ്യ. നാമസങ്കീർത്തനം കൊണ്ട് മാത്രമേ. എങ്ങനെയുള്ള നാമസങ്കീർത്തനം? കൂട്ടായിരുന്നുള്ള കോൺഗ്രിഗേഷണൽ ചാൻഡിങ്, കൂട്ടായിരുന്നുള്ള നാമസങ്കീർത്തനം കൊണ്ട് ഒന്ന് മാത്രമാണ് നമുക്ക് മുക്തി ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുന്നത്. അപ്പൊ വീണ്ടും എഴുതുക. എങ്ങനെയാണ്? വീണ്ടും തൽജ്ഞാനം പരന്മാരാ മാനുഷ ജനങ്ങൾക്കുള്ള ജ്ഞാനം നീക്കുവൊരു സൽഗുരു ലഭിച്ചിടും. ഒരു സദ്ഗുരുവിനെ സമീപിക്കണം, ഒരു ആത്മീയ ഗുരുവിനെ സമീപിക്കണം. അപ്പൊ ഗുരു ആരാണ് എന്ന് നമ്മൾ നിശ്ചയിക്കണം. ഗുരു ആര് വേണം എന്ന് നിശ്ചയിക്കണം. അത് ഭഗവത്ഗീത വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഏവം പരമ്പരാപ്രാപ്തം. പരമ്പരമായ രീതിയിൽ, അതായത് ഭഗവാന്റെ ഭഗവാനിൽ നിന്ന് നമ്മൾ ഗുരുവിനെ സ്വീകരിക്കേണ്ടത് ഭഗവാനെയോ അല്ലെങ്കിൽ ഭഗവാന്റെ ശിഷ്യന്മാരെയാണ്. ഭഗവാനെ നേരിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ ഭഗവാന്റെ പ്രതിനിധികളെ വേണം നമ്മൾ ഗുരുവായി സ്വീകരിക്കാൻ. അവിടെയാണ് നമ്മൾ ഗുരുവിനെ തിരിച്ചറിയേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. എല്ലാ പ്രാസങ്ങളും എല്ലാം കൊണ്ടുപോകും. അവസാനം നമ്മൾ ഒരു ശാസ്ത്രവും മനസ്സിലാക്കത്തില്ല, ഒരു ഭഗവാനെയും മനസ്സിലാക്കാൻ പറ്റുകയില്ല. അപ്പൊ അങ്ങനെ ആ ഗുരുവിനെ നമ്മൾ സമീപിക്കണം. പിന്നെ വീണ്ടും പറയുകയാണ്, സ്തുതിക്കുകയാണ്. നമസ്തേ ജഗത്പദേ നമസ്തേ രമാപദേ നമസ്തേ ദാശരഥേ നമസ്തേ സദാംപദേ. എല്ലാത്തിന്റെയും നാഥനാണ്. നമസ്തേ വേദപദേ. ങ്ങളിലൂടെ അറിയേണ്ടവനാണ്. സർവസ്യജാഹം നന്നു സർവസ്യജാഹം സർവസ്യജാഹം തത്സന്യവിഷ്ടോ മതസ്വര ജ്ഞാനപൂർണം ച വേദേഷു സർവൈലമേ വേദു വേദാന്തകൃദ്വേദേതിഹ. സർവസ്യജാഹം കൃസന്യവിഷ്ടോ മത്തസ്മൃതി ജ്ഞാനമബോഹനം ച വേദൈച്ച സർവീർ അഹമേവ വേദ്യോ. ഈ വേദങ്ങളിലൂടെ അറിയേണ്ടത് എന്നെയാണ്. ഈ വേദങ്ങളിലൂടെ, ഈ വേദങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാനാണ്. അതാണ് പരശുരാമൻ ഭഗവാനെ എടുത്തു പറയുന്നു ത്രേതായുഗത്തില്. നമസ്തേ വേദപദേ നമസ്തേ ദേവപദേ നമസ്തേ മഖപദേ നമസ്തേ ധരാപദേ നമസ്തേ ധർമ്മപദേ നമസ്തേ സീതാപദേ നമസ്തേ കാരുണ്യാബ്ദേ നമസ്തേ ചാരുമൂർത്തേ. ഇതിന് ഈക്വലായിട്ട് ഭാഗവത്തിൽ വളരെ മനോഹരമായിട്ടൊരു ശ്ലോകം പറയുന്നുണ്ട്. ശ്രീയാപതിർ യജ്ഞപതിർ ധരാപതി ശ്രീയാപതിർ യജ്ഞപതിർ പ്രജാപതിർ ധിയാംപതിർ ലോകപതിർ ധരാപതി പതിർഗതി ചാന്തക വൃഷ്ണി സ്വാത്തതാം പ്രസീതതാം മേ ഭഗവൻ സതാം പതി. ഗീതമാതാജി അറിയാമോ ശ്ലോകം? കാണാതെ. ശ്രീയാപതി
ശ്രീയാപതി, എല്ലാത്തും ലക്ഷ്മിങ്ങളുടെ നാഥൻ ശ്രീയാപതി. ഇതായിരിക്കണം നമ്മൾ വിളക്ക് കൊളുത്തിട്ട് സന്ധ്യാവന്ദനം ഇങ്ങനെയായിരിക്കണം. ഈ സ്തുതികൾ അങ്ങോട്ട് ജപിച്ചാൽ മതി, വേറൊന്നും പറയേണ്ട ആവശ്യമില്ല. ഭഗവാൻ കനിഞ്ഞങ്ങോട്ട് അനുഗ്രഹിക്കും. ശ്രീയാപതിർ യജ്ഞപതിർ, എല്ലാ യജ്ഞങ്ങളുടെ നാഥനാണ്, യജ്ഞങ്ങളുടെ ഭോക്താവാണ്. ഭോക്താരം യജ്ഞ തപസ്സാം സർവലോക മഹേശ്വരം, ഭഗവത്ഗീതയിൽ വീണ്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭോക്താരം യജ്ഞ തപസ്സാം, എല്ലാത്തിന്റെയും ഭോക്താവും എല്ലാ യജ്ഞങ്ങളുടെയും അധിപനും ഞാനാണ്. ശ്രീയാപതിർ യജ്ഞപതിർ പ്രജാപതിർ ധിയാം പതിർ ലോകപതിർ ധരാപതി പതിർഗതി ചാന്തക വിഷ്ണു സ്വാത്തതാം പ്രസീതതാം മേ ഭഗവൻ സതാംപതി, എല്ലാത്തിന്റെയും നാഥനാണ്. അപ്പം ആ പരമേശ്വരനെ, ആ ഭഗവാനെ നമ്മൾ സാഷ്ടാംഗം പ്രണമിക്കണം. കുന്താനം നമ്പൂതിരി പറയുന്നുണ്ട്, ലജ്ജ കൂടാതെ, എന്താണ്, നാണം കൈവിട്ട് കൂപ്പി സ്തുതിക്കണം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. അപ്പൊ അങ്ങനെ നമ്മള് പരശുരാമ സ്തുതിയും കേട്ട് അങ്ങോട്ട് പോകുമ്പം വീണ്ടും ഒരു കർമ്മഫലത്തെ നമ്മൾ നേരിടും. എന്താണ് വരുന്നത്? ശ്രീരാമ അഭിഷേക വിഘ്നം. എല്ലാം കഴിഞ്ഞു. അയോധ്യയില് ദശരഥ മഹാരാജാവ് ശ്രീരാമചന്ദ്രനെ രാജാവായി വാഴിക്കാൻ തീരുമാനിച്ചു. അവിടെ ഒരു വിഘ്നം ഉണ്ടാവുകയാണ്. ശ്രീരാമചന്ദ്രൻ തൽക്കാലം രാജാവാകുന്നില്ല. അവിടെയാണ് എന്തുകൊണ്ടാണ് ആ വിഘ്നങ്ങൾ പറ്റിയത് എന്നുള്ളതാണ്. അവിടെയാണ് കർമ്മഫലത്തിന്റെ പ്രസക്തി. കർമ്മഫലങ്ങളുടെ പ്രസക്തി. ഈ കർമ്മഫലങ്ങളുടെ പ്രസക്തി നമ്മൾ പ്രത്യേകം നമ്മൾ മാണ്ഡവ്യമുനിയെ കുറിച്ച് പണ്ട് സംസാരിച്ചിരുന്നു. ഇപ്പൊ സമയമില്ല, പറയുന്നില്ല. മണ്ഡൂക മുനിക്ക് അണിമാണ്ഡവ്യമുനി, അണിമാണ്ഡവ്യൻ എന്ന് പേര് കിട്ടിയത് എന്താണെന്ന് അത് അടുത്ത ക്ലാസ്സുകളിൽ പറയാം. അപ്പൊ ഇവിടെ ദശരഥന്റെ അറിയാതെ ചെയ്ത ഒരു തെറ്റ്, അറിയാതെ ഒരു അമ്പ് ഒരു മുനികുമാരന് പറ്റി. ആ വൃദ്ധദമ്പതികൾക്ക്, അന്ധരായ വൃദ്ധദമ്പതികൾക്ക് പുത്രനെ ഇല്ലാതായിപ്പോയി. പുത്രദുഃഖം സംഭവിച്ചു. പുത്രദുഃഖം സംഭവിച്ചു എന്ന് മാത്രമല്ല, അവർക്ക് പിന്നെ ജീവിക്കാൻ പറ്റില്ല, അന്ധരാണ്. ആ പുത്രനെ ആശ്രയിച്ചാണ് ആ വൃദ്ധദമ്പതികൾ ജീവിതം കൊണ്ടുപോയത്. അവർ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ദശരഥനോട് പറഞ്ഞു, ദശരഥ, പുത്രനില്ലാത്തതിന്റെ ദുഃഖം, പുത്രൻ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം അങ്ങേക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. കാര്യം അങ്ങ് ഇപ്പം അങ്ങയുടെ പ്രായം അതാണ്. അങ്ങ് വിവാഹം ചെയ്തിട്ടില്ല, അങ്ങേക്ക് ഉത്തരവാദിത്തങ്ങളില്ല. അതിലുപരി അങ്ങ് ഒരു രാജാവിന്റെ മകനാണ്. പക്ഷേ അങ്ങ് മനസ്സിലാക്കണം, ഒരു അച്ഛനും അമ്മയ്ക്ക് പുത്രനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഫലം, പരിണിത ഫലം എന്താണ് പുത്രദുഃഖം എന്നുള്ളത് അങ്ങ് മനസ്സിലാക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഇതാ പറയുന്നു, അങ്ങും ഇതുപോലെ ഒരു രംഗത്തിന് സാക്ഷിപാത്രമാകും. അതവിടെ സംഭവിച്ചു. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ഒരു വിത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആ വിത്ത് മുളച്ച് വരും. അത് മുളച്ച് വരും, വലുതാവും, ഫലങ്ങളും ഉണ്ടാകും. ഒരുപക്ഷെ ആ കായ്കനികൾ നമ്മുടെ ജന്മത്തിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല എന്ന് വരും. നമ്മുടെ കാലം കഴിഞ്ഞിട്ടായിരിക്കും അത് കായ്ച്ചു തുടങ്ങും. പിന്നെ ആ കായ്ഫലങ്ങളെ ആരാണ് അനുഭവിക്കുന്നത്? നമ്മുടെ അടുത്ത തലമുറയാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് തന്നെയാണ് സപ്തർഷികൾ ആ രത്നാകരനോട് പറഞ്ഞത്. താൻ ചെയ്ത കർമ്മങ്ങൾ ബാക്കി എങ്ങനെയാണ്? പിന്നെന്താണ്? എനിക്ക് ഓർമ്മ വരുന്നില്ല, ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, അവിടെ അങ്ങനെ നിൽക്കട്ടെ.
പക്ഷേ അവിടെ എന്തോ താൻ ചെയ്യുന്ന കർമ്മഫലം താൻ തന്നെ അനുഭവിച്ചിടും. താൻ തന്നെ അനുഭവിച്ചിടും. താൻ തന്നെ അല്ലെങ്കിൽ തന്റെ തലമുറ അനുഭവിച്ചിടും. കാര്യം ചില കായകനികള്, ചില വൃക്ഷങ്ങള് വളർന്നു വലുതാകാൻ ഇത്തിരി വർഷം എടുക്കും. അപ്പോഴത്തേന് നമ്മൾ പോകും. പക്ഷെ ആ വൃക്ഷം പോകില്ല, വൃക്ഷം അവിടെ നിൽക്കും. ആ വൃക്ഷത്തിന്റെ ഫലങ്ങൾ പിന്നീട് അനുഭവിക്കുന്നത് നമ്മുടെ തലമുറയാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ അച്ഛനും ഓരോ അമ്മയും ആത്മീയ ബോധം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ആ സദ്ഗുണങ്ങള് അവരുടെ തലമുറയ്ക്കും കൈമാറും. ഇവിടെ ദശരഥൻ അങ്ങനെ ഒരു കർമ്മഫലം അവിടെ വന്നുകൂടി. പിന്നെ ചെറിയ ഒരു ആലോചിച്ച് നോക്കണം, നമ്മുടെ സെൻസിറ്റീവ് മൊമെന്റ്സ് ആണ് നമ്മൾ നോക്കേണ്ടതാണ്. ശ്രീരാമചന്ദ്രൻ വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ബാല്യക്കാരി ഉണ്ടായിരുന്നു. ആ ബാല്യക്കാരിയുടെ പേരെന്താണ്? മന്ധര. ചെറിയൊരു കൂനിയാണ്. എപ്പോഴും വന്നിട്ട് ശ്രീരാമചന്ദ്രൻ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് പുറകെ തട്ടിയിട്ട് കൂനി കൂനി എന്ന് തട്ടി വെറുതെ തമാശിക്കുമായിരുന്നു. നിസ്സഹയായ ആ മന്ധരയ്ക്ക് എതിർക്കാനുള്ള ശക്തിയില്ലായിരുന്നു. കാര്യം രാജകുമാരനാണ്. ഓരോ വിളിയിലും വളരെ വിഷമത്തോടെയാണ് ആ മനസ്സിൽ ഈ കൂനി എന്നുള്ള വിളി കേൾക്കുന്നത്. അതങ്ങനെ ഉറങ്ങിക്കിടന്നു. ശ്രീരാമചന്ദ്രനോടുള്ള വെറുപ്പും വളർന്നു വന്നു മാനസികമായിട്ട്. കാര്യം ഈ ചെറിയ ഒരു ആ തമാശിക്കല്, കളിയാക്കലുകൾ കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം അവിടെ ശ്രീരാമചന്ദ്രനോടുള്ള ദേഷ്യവും അറിയാതെ വളർന്നു വരികയാണ് മന്ധരയ്ക്ക്. പെട്ടെന്നുണ്ടായതൊന്നുമല്ല. കൈകേയി എടുത്ത് ഈ ഏഷണി പറയുന്നത് പെട്ടെന്നുണ്ടായതല്ല. ഏഷണി പറയുന്നതല്ല, പെട്ടെന്നുണ്ടാവുന്നതല്ല ഈ ഏഷണി പറച്ചില്. ആ മനസ്സിൽ ഇങ്ങനെ കത്തി കിടക്കുകയാണ്. ഇങ്ങനെ കത്തിക്കിടക്കുന്ന സമയത്താണ് ഇപ്പം ശ്രീരാമചന്ദ്രൻ രാജാവായി നിൽക്കുന്ന ആ സമയത്ത്, രാജാവാകും എന്ന് അറിയുന്ന സമയത്ത് അത് അങ്ങ് മന്ധരയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെയാണ്. കാര്യം എന്നെ കൂനി എന്ന് എപ്പോഴും വിളിച്ച് ആക്ഷേപിക്കുന്ന, കളിയാക്കുന്ന ശ്രീരാമചന്ദ്രൻ നോ, എനിക്കൊരിക്കലും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്, അപ്പം അടുത്ത ആരാണോ ബലഹീനമായ കഥാപാത്രം ആരാണോ ആ കഥാപാത്രത്തെ സമീപിക്കുകയാണ്. അപ്പം ബലഹീനതയുള്ള കഥാപാത്രം ആരാണ്? കൈകേയി. ആ ബലഹീനതയെ മുതലെടുത്ത് ഇവിടെയാണ് നമ്മൾ വീണ്ടും തിരിച്ചറിയേണ്ടത്. നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമ്മുടെ ബലഹീനതയെ സ്വാധീനിക്കാൻ ഒരുപാട് പേര് കാണും. നേരത്തെ നമ്മൾ പറഞ്ഞു അഹല്യയ്ക്ക് തെറ്റുപറ്റിയതുപോലെ നമ്മുടെ ബലഹീനതയെ, ഇത് ആണുങ്ങൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉള്ളതാണ് ഈ ബലഹീനത. ആ ബലഹീനതയെ മുതലെടുക്കാൻ ഈ നമ്മുടെ മുന്നിൽ ഒരുപാട് പേര് കാണും. അപ്പൊ അവിടെയും നമുക്ക് ദൃഢതമമായ ഒരു ബുദ്ധിവിശേഷം ഉണ്ടാവണമെങ്കിൽ തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജന്തമഹ നാശയാമ്യാത്മഭാവസ്തു ജ്ഞാനദീപേന ഭാസ്വത. ഭഗവത്ഗീതയെ പറഞ്ഞു, തേഷാം സതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏനമാമുപയാന്തിതേ. എപ്പോഴും എന്നെ ആരാധിക്കുന്ന, സ്തുതിക്കുന്ന എന്റെ ഭക്തർക്ക് യഥാർത്ഥമായ ഒരു ബുദ്ധിവിശേഷം ഞാൻ കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഹ നാശയാമ്യാത്മഭാവസ്തു ജ്ഞാനദീപേന ഭാസുത. യഥാവിധി യഥാവസരത്തിൽ അവന് ശരിക്കുമുള്ള ബുദ്ധിവിശേഷം ഞാൻ കൊടുക്കും. നമ്മൾ ഒരിക്കലും ഒരിടത്തും ബലഹീനനാവുകയില്ല. അങ്ങനെ പോയി നമ്മൾ പിന്നെ അവിടെ ചെന്നെത്തുന്നത്, പിന്നെ എവിടെയാണ് ചെന്നെത്തുന്നത്? ലക്ഷ്മണ ഉപദേശത്തിലാണ്. ലക്ഷ്മണോപദേശം എന്താണ്? ലക്ഷ്മണോപദേശം എന്താ?
ലക്ഷ്മണോപദേശം എന്താ? ഭരതനെ രാജാവാക്കാൻ പോകുവാണെന്ന് ലക്ഷ്മണൻ അറിഞ്ഞു. ശ്രീരാമചന്ദ്രൻ വനവാസത്തിലേക്ക് പോവുകയാണെന്ന് ലക്ഷ്മണൻ അറിഞ്ഞു. ഇത് സംഭവിച്ചത് തന്റെ പിതാവിന്റെ ബലഹീനത കൊണ്ടാണെന്ന് ലക്ഷ്മണൻ തിരിച്ചറിഞ്ഞിട്ട് ക്രുദ്ധനാവുകയാണ്. ചെറുപ്പകാലത്ത് സൗന്ദര്യമൊക്കെ ഉള്ള സമയത്ത്, ചോരത്തിളപ്പുള്ള സമയത്ത് ഭാര്യ പറയുന്നത് കേട്ട് സമ്മതിച്ചിട്ട് ഒരു 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 പെൺകോന്തനെ പോലെ നമ്മുടെ അച്ഛൻ പെരുമാറാൻ പാടില്ല എന്ന് ക്രുദ്ധനായിക്കൊണ്ട് ശ്രീരാമചന്ദ്രനോട് പറയുകയാണ് ലക്ഷ്മണൻ. അവിടെ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനെ ആശ്വസിപ്പിക്കും. എന്താ പറയുന്നത്? ക്രോധം നിമിത്തം ഹനിക്കുന്നതുമാൻ, ക്രോധം മൂലം മനസ്താപമുണ്ടായി വരും, ക്രോധം മൂലം നൃണാം സംസാരബന്ധനം, ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം, ക്രോധം പരിത്യജിക്കേണം ബുധജനം. ബുധജനം ബുദ്ധിമാന്മാർ. ലക്ഷ്മണ, നീ ബുദ്ധിമാനാണ്, അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് കോപിക്കാൻ പാടില്ല. ക്രോധം മൂലം നൃണാം സംസാരബന്ധനം. ഈ ഭൗതിക ലോകത്ത് സുഖദുഃഖങ്ങൾക്ക് അടിമപ്പെടേണ്ടി വരും, ജന്മമൃത്യു ജരാവ്യാധികൾക്ക് അടിമപ്പെടേണ്ടി വരും കോപം കൊണ്ട്. അതുകൊണ്ട് കോപം പാടില്ല ലക്ഷ്മണ, നീ നടങ്ങ്. ക്രോധം പരിത്യജിക്കണം ബുധജനം. ക്രോധമല്ലോ യമനായത് നിർണയം. ഈ ക്രോധമാണ് യമരാജാവായിട്ട് വരുന്നത്, യമനായിട്ട് വരുന്നത്. വൈതരണ്യാക്കിയാകുന്നതും തൃഷ്ണയും സന്തോഷമാകുന്നത് നന്ദനം വനം. സന്തതം ശാന്തിയെ കാമസുരഭികൾ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക. നീ ശാന്തമായിരിക്കുക, എന്നിട്ട് ഭഗവാനെ വിചാരിക്കുക. ഇതിന് ഈക്വലായിട്ട് ഭഗവത്ഗീതയില് മനോഹരമായിട്ടൊരു ശ്ലോകം ഭഗവാൻ അർജുനോട് ഉപദേശിക്കുന്നുണ്ട്. ശ്ലോകത്തിൽ ഏതാണ്? ഏത് ശ്ലോകമാണ്? നമ്മൾ പഠിച്ചൊരു ശ്ലോകം. ക്രോധാത് ഭവതി സമ്മോഹ. ആർക്ക് പറയാം? സമ്മോഹ സ്മൃതി വിഭ്രമഃ സ്മൃതി ഭ്രംശോ ബുദ്ധിനാശോ പ്രണശ്യതി. ബുദ്ധിനാശാത് പ്രണശ്യതി. ബുദ്ധിനാശാത് പ്രണശ്യതി. അപ്പൊ ബുദ്ധിനാശം കൊണ്ട് പിന്നെ സർവനാശമായിട്ട് വരും. അപ്പം അതുകൊണ്ട് ലക്ഷ്മണ, നീ ഇങ്ങനെ കോപിക്കേണ്ട. ഒരു ഷെയർ ചെയ്തു, ഒരു പാർട്ടീഷൻ ചെയ്തു. എന്താണ് പാർട്ടീഷൻ ചെയ്തത്? നമ്മുടെ രാജ്യത്തെ രണ്ടായിട്ട് വിഭജിച്ചു. നിങ്ങൾ പകുതി എനിക്ക് തന്നിട്ടുണ്ട്, നീ എന്തിനായി അതിന് ദേഷ്യപ്പെടുന്നത്? ഭരതന് നഗരങ്ങളെല്ലാം കൊടുത്തു, നമുക്ക് കാനനവും തന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നീ ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. അത്ര വളരെ മനോഹരമായിട്ട് ലളിതമായിട്ടാണ് ശ്രീരാമചന്ദ്ര പ്രഭു അവതരിപ്പിക്കുന്നത്, സീതാദേവി എടുത്ത് പറയുന്നത്. അപ്പൊ അങ്ങനെ പോകുമ്പം പിന്നെ വരുന്നത് നമ്മുടെ ലാസ്റ്റ് പോയിന്റിലാണ് വരുന്നത്. അടുത്ത വളരെ ശ്രേഷ്ഠമായ രംഗത്തിലേക്ക് വരികയാണ്. 7ാമത്തെ ദിവസം വരുമ്പോഴത്തേന് ശ്രീരാമ സീതാ രഹസ്യം. ആ ശ്രീരാമന്റെയും ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെയും സീതാദേവിയുടെയും അവതാര ഉദ്ദേശ്യം എന്താണ് എന്നുള്ളത് അവിടെ പറയുകയാണ്. ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെ വരും. ശുഭമാതാജി. ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെ വരും. രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു. താമരാ സാക്ഷനാമാദിനാരായണൻ. ലക്ഷ്മണനായ ധനന്ദൻ ജനകജ. ലക്ഷ്മി ഭഗവതി ലോകമായാപര. മായാഗുണങ്ങളെ താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ. രാജസമായ ഗുണത്തോടു കൂടവേ രാജീവ സംഭവമായ പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണു രൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വരൻ ആദ്യനജൻ പരമാത്മാവു സാദരം. രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനാ അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതൻ മനുഭക്തി പ്രസന്നനാ ദേവൻ മകരാവതാരം അനുഷ്ഠിച്ചു. വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു. ഇടയ്ക്ക് ഒന്ന് ഈ സ്തുതി കൊണ്ട് എന്താണ് നമുക്ക് തോന്നുന്നത്? എന്താണ് ഈ സ്തുതി? ഈ സ്തുതി നമ്മൾ വേറെടുത്ത് കേട്ടല്ലോ. ദശാവതാരം, ദശാവതാര സ്തോത്രം നമ്മൾ കേട്ടതാണ്.
ഇല്ലേ? ആ ദശാവതാര സ്തോത്രം തന്നെയാണ് ഇവിടെ പറയുന്നത്. കണ്ടിന്യൂ ചെയ്തോളൂ മാറി. ഭക്തപരായണൻ വിഷ്ണു രൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വരൻ ആദ്യനജൻ പരമാത്മാവ് സാദരം രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസതൻ തന്മനു ഭക്തി പ്രസന്നനാ ദേവൻ മകരാവതാരം അനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനേക്കുന്നു വേദാവിനാക്കി കൊടുത്തതീരാഘവൻ പദോനിധി മദനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം ദിഷ്ടമായൊരു കൂർമാകൃതി പൂണ്ടു പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതീരാഘവൻ ദൃഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്നു ദൃഷ്ടിയായ ദേറ്റമേ ക്ഷോണിയെ പൊങ്ങിച്ചു കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണ പുരുഷനാകുമീ രാഘവൻ നിർഹാദമോട് നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരനായൊരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശനം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം വിഷ്മീവരനിവൻ പുത്രലാഭാർത്ഥം അതിഥിയും ഭക്തി പൂണ്ടർത്തിച്ചു സാദരമർച്ചിക്ക കാരണം എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതി അതിഭക്തനായൊരു മഹാബലിയോടു ചെന്നർത്തിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാന് നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനും ഇവൻ ധാത്രി സുരദേശികളായി ജനിച്ചൊരു ധാത്രീപതി കുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാം ഇവൻ ധാത്രിയിൽ ഇപ്പോൾ ദശരഥ പുത്രനായി ധാത്രി സുധാവരനായി പിറന്നിടിനാൻ രാത്രിഞ്ചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രി ഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ ആദ്യനജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമനവ്യയൻ കാരണമാ മനുഷ്യൻ രാമൻ മനോഹരൻ രാവണ നിഗ്രഹാർത്ഥം വിഭിന്നത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നതിൻ കാരണം മന്ദരയല്ല കൈകേയല്ല ആരും ഭ്രമിക്കായി രാജാവുമല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായാദേവി ജനകജ സൃഷ്ടിസ്ഥിതിലയ കാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെടുന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചൊന്നാൻ അവൻ എന്നോട് രാഘവൻ താനുമരുൾ ചെയ്തു ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരി. ശ്രീരാമചന്ദ്രനും സീതാദേവിയും ആരാണെന്ന് വളരെ മനോഹരമായിട്ട് പറയുകയാണ്. അപ്പം രാമായണം 7 ദിവസം പിന്നിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ശ്രീരാമചന്ദ്രൻ ആരാണെന്നുള്ളത്. നമ്മൾ ജീവിതത്തെ ആരെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, ആരെയാണ് നമ്മൾ സ്തുതിക്കേണ്ടത്, ആരാണ് നമ്മുടെ ഭഗവാൻ എന്നുള്ളത് നമ്മൾ അഹല്യയുടെ മനസ്സിലാക്കി, കൗസല്യാമ്മയുടെ കൂടെ നമ്മൾ മനസ്സിലാക്കി. അപ്പം നമ്മളും അതേ ചുവടുകളാണ് നമ്മളും പിന്തുടരേണ്ടത്. അപ്പം അങ്ങനെയുള്ള ഗുരുക്കന്മാർ, അതിനു വേണ്ടിയിട്ടാണ്, ആ ശാസ്ത്രം പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗുരുക്കന്മാരെ സ്വീകരിക്കേണ്ടത്. അതെ, കൃത്യമായിട്ട് പറയുന്നു. ആ ദശാവതാര സ്തോത്രമൊക്കെ ശില്പമാതാജി ദശാവതാര സ്തോത്രം ചൊല്ലാമോ? ചൊല്ലാം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രളയപയോധി ജലേ ധൃതവാനസി വേദം വിഹിതവഹിത്ര ചരിത്രമഖേദം കേശവധൃതാ മീന ശരീരാ जय जगदीश हरे जय जगदीश हरे क्षितिरिह विपुलतरे तिष्ठति तव पृष्ठे धरणि धरण किन चक्रकरिष्ठे केशवधृता कूर्म शरीरा जय जगदीश हरे जय जगदीश हरे वसति दसन शिखरे धरणि तव लग्ना शशिनि कलंक कलेव निमग्ना केशवधृता शूकर रूपा जय जगदीश हरे जय जगदीश हरे जय जगदीश हरे तव कर कमल वरे नखम् अद्भुत शृंगम दालिता हिरण्य
हिरण्यकशिपु तनुभृङ्गाम् केशवधृता नरहरिरूपा जय जगदीश हरे जय जगदीश हरे चलयसि विक्रमणे बलिमद्भुतवामन पदनखनिरजनित जनपावन केशवधृता वामन रूपा जय जगदीश हरे जय जगदीश हरे क्षत्रिय रुदिरमये जगद भगद पापम् स्नापयसि पयसि समित भवतापम् केशवधृता भृगुपति रूपा जय जगदीश हरे जय जगदीश हरे वितरसि दीक्षुरणे दिक्पति कमनीयम् दशमुखमौलिबलिं रमणीयम् केशवधृता राम शरीरा जय जगदीश हरे जय जगदीश हरे वहसि वपुषि विशध्ये वसनं जलदप्तम् हल हल हलहति भीतिमयीलित यमुनाभम् केशवधृता हलधर रूपा जय जगदीश हरे जय जगदीश हरे निन्दसि यज्ञ विधेरः श्रुतिजातम् सदय हृदय दर्शित पशुघातम् केशवधृता बुद्ध शरीरा जय जगदीश हरे जय जगदीश हरे म्लेच्छ निवह निधने कलयसि करवालम् धूमकेतुमिव किमपि कराळम् केशवधृता कल्कि शरीरा जय जगदीश हरे जय जगदीश हरे श्री जयदेव कविरिदम् उदितमुदारम् शृणु सुखदं शुभदं भवसारम् केशवधृता दशविध रूपा जय जगदीश हरे जय जगदीश हरे जय जगदीश हरे ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. പിന്നെ വീണ്ടും പറഞ്ഞ ജയദേവകവി ഇങ്ങനെയാണ് ഉപസംഹരിക്കുന്നത്. വേദാൻ ഉദരതേ ജഗന്തിവഹതേ ഭൂഗോളം ഉദ്ഭരതേ ദൈത്യം ധരയതേ ബലിം ചലയതേ ഛത്രക്ഷയം കുർവതേ പൗലസ്ത്യം ജയതേ ഹലം കലയതേ കാരുണ്യാത്മവന്ദേ മ്ലേച്ഛാൻ മൂർച്ഛയതേ ദശഹൃതി കൃതേ കൃഷ്ണായ തുഭ്യം നമഃ കൃഷ്ണായ തുഭ്യം നമഃ കൃഷ്ണായ തുഭ്യം നമഃ. ഇത്ര വളരെ മനോഹരമായിട്ട് ജയദേവ കവികൾ എഴുതി നിർത്തിയിരിക്കുകയാണ്. എല്ലാത്തിനും എല്ലാ അവതാരങ്ങൾക്കും കാരണനായ അവതാരിയായ കൃഷ്ണ അങ്ങേ നമസ്കരിക്കുന്നു. കൃഷ്ണായ തുഭ്യം നമഃ. അത് തന്നെയല്ലേ വാൽമീകി മഹർഷിയും രാമായണത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നതും? അത് തന്നെയല്ലേ എഴുത്തച്ഛൻ നമ്മുടെ കൂടെ നല്ല പച്ച മലയാളത്തില് അധ്യാത്മ രാമായണത്തില് പറഞ്ഞു തന്നിരിക്കുന്നത്? ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാദ്യവിനാക്കി കൊടുത്തതീ രാഘവൻ പാതോനിധി മഥനെ പണ്ടുമന്തരം പാതാള ലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠൂരമായൊരു കൂർമാകൃതി പൂണ്ട് പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ. പിന്നെന്താ? പിന്നെ വീണ്ടും പറഞ്ഞ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താ പറയുന്നത്? രാമരാമേതി ജപിപ്പനെല്ലാവരും നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യനും മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതിൽ ഇല്ല കൈവല്യവും സിദ്ധിക്കുമേവനും എന്നതു നിർണയം ദുഃഖ സൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണാത്മാ രഘുത്തമൻ ന്യൂനാതിരേക വിഹീനൻ നിരഞ്ജനൻ
ആനന്ദപൂർണൻ അനന്തൻ അനാകുലൻ. അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ ഇങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു. ഭക്തജനനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നീടിനാൻ ഭൂതലേ. ഭക്തപ്രിയൻ പിറന്നീടിനാൻ ഭൂതലേ. ഇവിടെ ഇത്ര വളരെ മനോഹരമായിട്ട് ഇപ്പം ശ്രീരാമചന്ദ്രനെ സദാസമയവും സ്മരിക്കാൻ പറയുമ്പം നമ്മൾ ഇവിടെ നിൽക്കുന്നത് കലിയുഗത്തിലാണ്. ത്രേതായുഗത്തില് സാക്ഷാൽ കൃഷ്ണൻ ശ്രീരാമചന്ദ്രനായിട്ട് വരികയും ദ്വാപര യുഗത്തില് കൃഷ്ണനായി വരികയും ചെയ്യുമ്പോൾ നമുക്കൊന്ന് ബുദ്ധി കൂടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ശ്രീരാമചന്ദ്രനെ മാത്രം സ്മരിക്കുന്നില്ല. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് സദാസമയവും ജപിക്കാനാണ് നമ്മുടെ ആചാര്യന്മാര്, ഭഗവാൻ തന്നെ പിന്നീട് വന്ന ആചാര്യന്മാരും ഭഗവാന്റെ ശിഷ്യന്മാരും പ്രതിനിധികളും നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഈ ഗുരുപൂർണിമ ദിവസം അതും നമുക്ക് ഓർമ്മിക്കാം, നമുക്ക് അവരുടെ കാൽപ്പാടുകൾ പിന്തുടരാം. ഇപ്പൊ രാമായണത്തിന്റെ 7 ദിവസങ്ങൾ, ആ 8 ഭാഗങ്ങൾ, 8 കാര്യങ്ങളെ പറ്റി നമ്മൾ ഇവിടെ പറഞ്ഞു. ഈ 7 ദിവസങ്ങൾ കൊണ്ട് കവർ ചെയ്തത്. ഹരേ കൃഷ്ണ. ലക്ഷ്മി ഉണ്ടോ അവിടെ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ഞങ്ങള് വ്യാഴാഴ്ച സത്സംഗങ്ങളിൽ കരാമയിൽ ഉണ്ടായിരുന്നപ്പോൾ വളരെ മനോഹരമായി കേട്ട ഒരു അഷ്ടകം ഉണ്ടായിരുന്നു. ആ അഷ്ടവും കൂടെ നമുക്കൊന്ന് കേൾക്കാൻ, എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും കേൾക്കാല്ലേ? ബാലമുകുന്ദാഷ്ടകം. ഹരേ കൃഷ്ണ. ചൊല്ലാൻ പറ്റില്ലേ? യെസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇതിനെ തുടർന്നുള്ള കാര്യങ്ങൾ ഈ ബാലമുകുന്ദാഷ്ടകം കഴിഞ്ഞിട്ട് വാദപ്രതിവാദങ്ങളോ ഒബ്ജക്ഷൻസോ ഒക്കെ നമുക്ക് പറയാം. ഹരേ കൃഷ്ണ. കരാരവിന്ദേന പദാരവിന്ദം അല്ലേ ശില്പമാതി? അങ്ങനെയല്ലേ? കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശ്യയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി സംഹൃത്യ ലോകാൻ വടപത്രമധ്യേ ശയാനമാദ്യന്തവിഹീനരൂപം സർവേശ്വരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസാ സ്മരാമി ആലോക്യ മാധുർമുഖമാദരേണ സന്യം പിബന്ധം സരസീരുഹാക്ഷം സച്ചിന്മയം ദേവമനന്തരൂപം ബാലം മുകുന്ദം മനസാ സ്മരാമി ഇന്ദീവരശ്യാമളകുന്തളായ തടിൽ പ്രഭാതാമ്രജടാധരായ സംഹൃത്യ ലോകാൻ വടഭദ്രമധ്യേ ശയാനമാദ്യം ദവിഹീനരൂപം. തെറ്റിയിട്ടുണ്ടോ മാതാജി? ഇല്ല, കുഴപ്പമില്ല മാതാജി. പ്ലീസ് ഗോ ഹെഡ്. സംഹൃത്യ ലോകാൻ വദപത്രമധ്യേ ശയാനമാദ്യം ദവിഹീനരൂപം സർവേശ്വരം സർവവിഹിതവതാരം ബാലം മുകുന്ദം മനസാ സ്മരാമി കളിന്ദജാന്തസ്ഥിതകാളിയസ്യ ഫണാഗ്രരംഗേ നടനപ്രിയം തം തൽപുച്ഛഹസ്തം ശരദിന്ദുവക്രം ബാലം മുകുന്ദം മനസാ സ്മരാമി. ഹരേ കൃഷ്ണ. കഴിഞ്ഞോ? ഹരേ കൃഷ്ണ. നന്നായിട്ടുണ്ട് മാതാജി. വിട്ടുപോയതാണ്. ഹരേ കൃഷ്ണ. വളരെ മനോഹരമായിട്ടുണ്ട്. പ്രളയ സമയത്ത് ഒരു ചെറിയൊരു ആലിലയില് ഭഗവാൻ ഇങ്ങനെ സുസ്മേരവദനായിട്ട് ഒരു കാലിന്റെ മുകളിൽ ഒരു കാല് വെച്ച്
ആ തള്ളവിരൽ വായിൽ വെച്ച് ഇങ്ങനെ വരുമ്പം ആ ഒരു രംഗമാണ് ഈ ബാലമുകുന്ദ അഷ്ടകത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹരേ കൃഷ്ണ. അങ്ങനെ രാമായണത്തിന്റെ 7ാമത്തെ ദിവസം മംഗളകരമായി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഇവിടെ കൂടിയിരിക്കുന്നവർ പറഞ്ഞിട്ട് നമ്മൾ തൽക്കാലം നിർത്തുന്നതിന് മുമ്പായിട്ട് ഇതിനകത്തെ വാദപ്രതിവാദങ്ങളോ നോ ഒബ്ജക്ഷൻസ് അല്ലെങ്കിൽ അറ്റൻഷൻ യുവർ ഓണറോ നമുക്ക് പ്രതീക്ഷിക്കുന്നു. ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു, ഹരേ കൃഷ്ണ, പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ പ്രഭു. ഏതായാലും സ്ഥിരമായിട്ട് വായിക്കാത്ത ആൾക്കാർക്ക് ഇതൊരു വോളിയം കേൾക്കാമോ? ഇല്ല, സൗണ്ട് വളരെ കുറവ്. ഇല്ല. ഹരേ കൃഷ്ണ. കേൾക്കാം ബ്രോ. ആ, കുറവാണ്. ഇല്ലേ, കുറവല്ലേ? സമ്മറി ആക്കിയിട്ട് തന്നതിന് പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ പ്രഭു. സുശീൽ പ്രഭു പറയും. ആ, പ്രിയാജി എന്തോ പറയുന്നു. പ്രിയമാതാജി പറഞ്ഞോളൂ. പ്രിയമാതാജി പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ പ്രഭു. വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. വളരെ സന്തോഷം. ഇത്രയും മനോഹരമായ ശ്ലോകങ്ങളും കീർത്തനങ്ങളും രാമായണത്തിനെ കുറിച്ചിട്ടുള്ള അറിയാത്ത കുറെ പുതിയ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റി. വളരെ സന്തോഷം. നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും കാണാൻ പറ്റിയതിനും വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. അല്ലെങ്കിൽ നമ്മൾ വെള്ളിയാഴ്ച കാണാറുണ്ട് രാവിലെ. ഹരേ കൃഷ്ണ. അതെ അതെ. ഹരേ കൃഷ്ണ. ഞാൻ യൂട്യൂബിൽ പ്രഭുവിന്റെ പ്രഭാഷണങ്ങളെല്ലാം കേൾക്കാറുണ്ട്. പക്ഷെ നേരിട്ട് ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിന്റെ ആ ഒരു ഇത് കിട്ടുന്നില്ലല്ലോ. എന്തായാലും ഇന്ന് സമയം കിട്ടി. ദൈവാനുഗ്രഹം. ഹരേ കൃഷ്ണ പ്രഭു. നാളെ അമലിന്റെ പിറന്നാളാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവണം. അപ്പോൾ പ്രിയ മാതാജിയുടെ മകൻ അമൽ ഇപ്പം എന്തിനാ പഠിക്കുന്നത്? ഇപ്പോൾ +2 കഴിഞ്ഞു. ഇനിയിപ്പം എഞ്ചിനീയറിംഗിന് ചേരാൻ പോകുന്നു. എഞ്ചിനീയറിംഗ് ചേരാൻ പോകുന്നു. അപ്പം ഹാപ്പി ബർത്ത്ഡേ. ആയുരാരോഗ്യ സൗഖ്യങ്ങളും പിന്നെ ബുദ്ധിവിശേഷങ്ങളും വേണ്ട ബുദ്ധിവിശേഷങ്ങളും ഭഗവാൻ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് 3 പ്രാവശ്യം നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ആശംസിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ. ഹാപ്പി ബർത്ത്ഡേ ടു ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഹരേ കൃഷ്ണ. സന്തോഷം. ഹരേ കൃഷ്ണ. ഇനി നേരെ ഞാൻ സുശീൽ പ്രഭുവിന്റെ അടുത്ത് വരുന്നതിന് മുമ്പ് രാജു പറഞ്ഞു. ആമി ഇല്ലേ? ആമി എസ്കേപ്പ് ആയോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ. പ്രഭു എന്നോടാണോ? അതെ അതെ. പെട്ടെന്ന് ആമി അല്ല, ഞാൻ ഇതിനകത്ത് നോക്കിയതാ ഉണ്ടോ ഇല്ലെന്ന്. രാജ്മോഹൻജി രക്ഷപ്പെട്ട് പോയോ ഇല്ലെന്ന് നോക്കിയതാ. ഒരു പാട്ട് പാടിക്കാൻ പറഞ്ഞതിലും മോളൊന്നും പറയാനില്ല. സംക്ഷിപ്തമായിട്ടുള്ള ഒരു കേൾക്കാൻ പറ്റിയാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ജയപ്രകാശ് ഭവന്റെ അടുത്ത് ഒരു വാരി ബാക്കി വെച്ചേക്കണെന്നുണ്ട്. എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, ചുരുക്കമായിട്ടുള്ളൊരു ചുരുക്കമായിട്ടുള്ള കേട്ടാൽ വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിസ്മയ എനിക്ക് മെസ്സേജ് ഇട്ടേക്കുന്ന എന്റെ അച്ഛനെ കൊണ്ടൊന്ന് പറയിപ്പിക്കണെന്ന്. വീട്ടിൽ തന്നെയാണ് പാര. പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. ഒന്നുമില്ല പ്രഭു. JP പ്രഭുവും രാജീവ് പ്രഭുവും പറഞ്ഞ പോലെ എനിക്കും വളരെ സന്തോഷം. ടീഷർട്ട് വെച്ചേക്കണേ. ഹരേ കൃഷ്ണ. വിൻബ്രു ഒക്കെ നമ്മളെ ക്ലാസ് എടുക്കാൻ വളരെ ഇങ്ങനെ തയ്യാറായിട്ടിരിക്കുക എപ്പോഴാണെന്നുള്ളത്. ഇനി അടുത്ത ഊഴം എപ്പോഴാണെന്ന് കൊണ്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. പ്രഭുക്കന്മാര് മാത്രം പറഞ്ഞാൽ പോരല്ലോ, മാതാജിമാരും പറയണ്ടേ. അമൃത മാതാജി പറഞ്ഞോളൂ. ലക്ഷ്മി പറ്റുമെങ്കിൽ വീഡിയോയിൽ വരാം. ചന്ദന പറ്റുമെങ്കിൽ വീഡിയോയിൽ വരാം. ഓക്കെ. ഹരേ കൃഷ്ണ. അമൃത മാതാജി പറഞ്ഞോളൂ.
ഇപ്പോ രാമായണത്തിന്റെ ഒരു 7 ദിവസത്തെ സാരാംശം ഒരു ദിവസം പ്രഭു നല്ല വ്യക്തമായി പറഞ്ഞു തന്ന് കേൾക്കാൻ കഴിഞ്ഞ സന്തോഷിക്കുന്നു. നമ്മളെല്ലാം കവർ ചെയ്തില്ല. പിന്നെ 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ എടുത്തേ പറ്റത്തുള്ളൂ. ഇതിനകത്ത് മറ്റ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കവർ ചെയ്ത് പോകാത്തതിൽ വാൽമീകി മഹർഷി എഴുത്തച്ഛൻ ക്ഷമിക്കട്ടെ. ഹരേ കൃഷ്ണ. അങ്ങനെ പോകുന്നു. പിന്നെ സുരേഷ് ഗോപി പ്രഭു പാടുന്നതിന് മുമ്പിട്ട് സുശീംപ്രഭുവിന്റെ അടുത്തോട്ട് വരികയാണ്. സുശീംപ്രഭു പറഞ്ഞോളൂ. സുശീംപ്രഭു ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണും, അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ഒന്ന് പാസ് ചെയ്തത്. ഹരേ കൃഷ്ണ. അങ്ങനെ വിചാരിക്കാൻ കാരണം അറിയട്ടെ, എന്തോ ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്. അതായത് പ്രഭു, നമ്മളെ ഭഗവാന്റെ ഒരു മഹാത്മ്യം ഞാൻ മനസ്സിലാക്കുകയാണ്. അതായത് ഭഗവാന്റെ 2 ശിഷ്യന്മാര് ചെയ്ത ഒരു തെറ്റിന് ഭഗവാൻ ഒരു യുഗം മാറ്റിവെച്ചാണ് വന്ന് കറക്റ്റ് ചെയ്തത്. സത്യം. അതാണ്, അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. സത്യം. ഒരു അബലയായ അഹല്യ മാതാജിയുടെ അടുക്ക് 2 മുനിമാരോ ആരോ ചെയ്ത ഒരു തെറ്റ് കറക്റ്റ് ചെയ്യാനായിട്ട് ഒരു യുഗം മാറ്റി, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല നമ്മളെ സ്ക്രിപ്ചേഴ്സിൽ. സത്യം. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. സത്യം. തീർച്ചയായിട്ടും ഭാഗവത്തില് പറയുന്നുണ്ട്, ഭഗവാന്റെ ഡിവോട്ടീസ് ഒരു പക്ഷേ ചില സമയത്ത് ചില അബദ്ധങ്ങൾ ചെന്ന് ചാടിയേക്കാം. അവനെ പരിപൂർണമായിട്ട് അങ്ങനെ തിരസ്കരിക്കരുത്, നിന്ദിക്കരുത് എന്ന് കൃത്യമായിട്ട് ഭാഗവതം പറയുന്നുണ്ട്. ഇത് ഭൗതിക ലോകമാണ്. പദം പദാനുപദം ഓരോ പദത്തിലും അപകടങ്ങൾ ഇങ്ങനെ പതിയിരിക്കുകയാണ്. മായക്കാഴ്ചകൾ പലതും കാണും. അവിടെ ഭഗവാൻ അവനെ വീണ്ടും എടുത്തുകൊണ്ടുവരും. ആ വീഴ്ചയിൽ ഭഗവാനോട് ആലോചിച്ചിട്ടല്ല രാമൻ വന്ന് ദോഷം കൊടുക്കുമെന്ന് പറഞ്ഞത്. അതെ, അതുകൊണ്ട് ഭഗവാൻ നേരിട്ട് വരേണ്ടി വന്നു. അതെ അതെ, നേരത്തെ വരേണ്ടി വന്നു. അതെ, കാരണം അത്രയ്ക്ക് അദ്ദേഹം മാതാജി ഒന്നും ചെയ്തില്ലല്ലോ. അതെ, ഇവര് തന്നെ വേഷം മാറി, ഇവര് തന്നെ ശപിച്ചു. ഒരു ഏറ്റവും വലിയ പീഡനമാണ്. ഒരു അബലയോടുകൂടി നടക്കാവുന്ന ഏറ്റവും വലിയ ക്രൂരകൃത്യമാണ് നടന്നത്. അതെ, ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രഭു. ഒരാള് വേഷം മാറി വരിക ഭർത്താവിനെ പോലെ, എന്നിട്ട് പീഡിപ്പിക്കുക, എന്നിട്ട് ഭർത്താവ് വന്ന് ശപിക്കുക. ഇതൊക്കെ ഇതിൽ ക്രൂരകൃത്യം ഉണ്ടോ? അതുകൊണ്ടാണ് ഭഗവാൻ യുഗം മാറ്റിവെച്ച് വന്നത് കറക്റ്റ് ചെയ്തത്. സത്യം. തീർച്ചയായിട്ടും അങ്ങനെയല്ലേ അതിനെ കാണേണ്ടത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഏതൊരു കാര്യത്തിനും 2 വശങ്ങളുണ്ട്. ഒരു വശം ഞാൻ ആദ്യം അവതരിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്കറിയാം ഈ ഒരു വശം സുശീം പറയുമെന്ന് അറിയാം. അതുകൊണ്ടാണ് പിന്നീട് സംസാരിക്കാൻ. എനിക്ക് അങ്ങനെ തോന്നിയതാണ്. ഈ യുഗം മാറ്റി വെച്ചൊരു ഒരു കറക്ഷൻ നടത്തിയിട്ടില്ല ഭഗവാൻ. തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ട് ശ്രീരാമചന്ദ്ര പ്രഭു ചിന്തിച്ചത് കൊണ്ടാണ് കോടി വർഷങ്ങളുള്ള യുഗത്തിനെ മാറ്റിവെച്ചിട്ട് വീണ്ടും ത്രേതായുഗം വന്നത്. സീരിയസ്. അതിന്റെ പേര് പോലും മാച്ച് ആവുന്നില്ല യുഗങ്ങളുടെ. അതെ അതെ. അപ്പൊ അഹല്യ മാതാജിയുടെ ഒരു മഹാത്മ്യം ഒന്ന് മനസ്സിലാക്കണോ അത്? തീർച്ചയായിട്ടും 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 അത്രയ്ക്ക് മഹത്തായ ഒരു വ്യക്തിയാണ്. അത്രയും പതിവ്രതയായിരുന്നു. വളരെ വലിയൊരു ഭക്തി. അതാണ് ക്വാളിറ്റിയാണ് ഭഗവാൻ മനസ്സിലായത്. അതെ. ഈ ഒരു യോഗ്യ ശിഷ്യന്മാർക്ക് തെറ്റ് പറ്റാമല്ലോ. ശിഷ്യന്മാരെ ക്ഷിപ്രകോപികളും അല്ലേ? അതെ അതെ. ഈ ഒരു യോഗ്യതയാണ് നമുക്ക് വേണം. അതെ. ഹരേ കൃഷ്ണ. സത്യം സത്യം. എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടിട്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സുരേഷ് ഗോപി പ്രഭു പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. പ്രഭു എന്താണ് പറയാ, ഈ മാസം എന്ന് പറഞ്ഞാൽ ഈ ഒന്നും അറിഞ്ഞുകൂടാത്ത എനിക്കൊക്കെ ബേസ് ഒന്നും ഇല്ല ഇതുമായി ബന്ധപ്പെട്ട്. പക്ഷെ കേൾവി പുണ്യം അത് വലിയ പുണ്യം തന്നെയാണ്. ഒരുപാട് അവിടെ ക്ലാസ് ഓൺലൈൻ ക്ലാസ്സും ലക്ഷ്മിക്കുണ്ട്. ലക്ഷ്മി വരാം, വീഡിയോ വരാം, എന്നിട്ട് വിടാം, ലീവ് ചെയ്യാം. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ. അപ്പം ഓക്കെ പറഞ്ഞോളൂ സുരേഷ് ഗോപി പ്രഭു. അപ്പൊ കേൾവി പുണ്യം അത് വലിയ പുണ്യമാണ്. അത് നന്നായി എന്താ പറയാ, അതൊരു വലിയ മനസ്സുഖം തരുന്നുണ്ട്. അതെന്താണ് പറയാ, അതിനെ വർണ്ണിക്കാൻ പറ്റില്ല. എന്താ പ്രഭു, പ്രത്യേകിച്ച് പ്രഭുവിന്റെ ചില ഭാഗങ്ങളൊക്കെ പ്രഭു പിന്നെ എന്താ വർണ്ണിക്കുന്ന കേൾക്കുമ്പോഴത്തേക്ക് സത്യത്തിൽ വളരെ എന്താ തോന്നുക, ഒരു ഭാരക്കുറവ് പോലെ തോന്നുന്നുണ്ട്. ഇങ്ങനെ പറന്നു പോകുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അതൊരു വലിയ സത്യം. ഹരേ കൃഷ്ണ. അതിന് ഭാഗ്യം എനിക്ക് എന്നും ഉണ്ടാകണേ എന്നുള്ള പ്രാർത്ഥന. എല്ലാവരും കൂടിയിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പറയാനൊരു ഭാഗ്യം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഭാഗ്യം ഉണ്ടാവത്തില്ല. അറിയാം, എല്ലാവർക്കും അറിയാം. അറിവില്ല ഒന്ന്, പിന്നെ അഴകുഴമ്പനാണ്, ഉഴപ്പനാണ്. സത്യം പറയാണ്, എൻ്റെ ഗുണങ്ങൾ പറഞ്ഞതാണ്.
എല്ലാവരും കൂടിയിരിക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നത്. അപ്പൊ സുശീം പ്രഭുവിനും അറിയാം. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ. ഇനി ആരാണ് ഇവിടെ പറയാം? ഭാസ്കരൻ പ്രഭു, ഹരേ കൃഷ്ണ. സമയം കൗണ്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. ഭാസ്കരൻ പ്രഭു, ഹരേ കൃഷ്ണ. വീണ്ടും അപ്പം അമൃതമാതി ഒരുപക്ഷെ ആഹാരം പോലും കഴിക്കാതിരിക്കുമായിരിക്കും ഇവിടെ. തുണിയായി അല്ലേ? ഹരേ കൃഷ്ണ. അപ്പം തീർച്ചയായിട്ടും ചന്ദന പ്രഭു ഒരു സജഷനുണ്ട്. പ്രഭു ഇന്ന് ഗുരുപൂർണിമയാണ്. പ്രഭുവിന്റെയും കുടുംബത്തിനും വേണ്ടി ഒരു 3 പ്രാവശ്യം ജപിക്കണം എന്ന് പറയുന്നു മാതാജിയാണ് അവിടെ നിന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലായി. ഹരേ ഓർമ്മപ്പെടുത്തിയതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ. ഇതൊരു വസുദേവ കുടുംബമാണ്. യോഗേശ്വര അഖില ഗുരു ഭഗവൻ നമസ്തുതേ. ഭഗവാന്റെ ശിഷ്യന്മാരാണ് നമ്മളെല്ലാവരും. എല്ലാവർക്കും, എല്ലാ കുടുംബാംഗങ്ങൾക്കും, എല്ലാവർക്കും ഭഗവാന്റെ യാതൊരു പരിമിതികളും ഇല്ലാത്ത അനുഗ്രഹവും ആശീർവാദവും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം 3 പ്രാവശ്യം. ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ കൃഷ്ണ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ പഞ്ചാകൽപതരൂഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ നമോ നമഃ. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം. ആരാനു കണ്ടില്ല? ചേച്ചി അവളെ ഫ്രണ്ടിന്റെ അടുത്ത് പോയിട്ടുണ്ട്. ശരി, ഓക്കെ, ചൊല്ലിക്കോളൂ. ഏകം ശാസ്ത്രം. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്രസ്യ തസ്യ നാമാന്യ കർമാണി ഏകം തസ്യ ദേവസ്യ സേവ ത്വമേവ മാതാശ്ച പിതാ ത്വമേവ ത്വമേവ വൃന്ദസ്യ സഖാ ത്വമേവ ത്വമേവ വിദ്യാദ്രവീണം ത്വമേവ ത്വമേവം സർവം മമദേവ ദേവ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ നരകേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. വസുദേവസുതം ദേവം കംസചാരൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. കാർത്യായനി മഹാമായേ മഹായോഗീശ്വരി നന്ദഗോപസുതം ദേവം പരിദേവേ നമഃ. ശ്രീകൃഷ്ണം ശരണം മമ ദാസോഹം കൃഷ്ണം തവസ്മി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശിംറു വീണ്ടും സന്ദീപിൻ വരെ വണക്കമാണോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും. അപ്പോൾ പ്രഭുവിന്റെ പോക്കെന്തായി?